മോദഗീ സരസമുദ്രം രാധാസഖായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്തകം ഭാസത്തെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ. യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോ നിധൗ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ ഇന്ന് ദശകം 7 കടക്കുകയാണ്. ദശകം 7, 6 ദശകം നമ്മൾ കഴിഞ്ഞ 6-ാം ദശകത്തിൽ വിരാട് രൂപ വർണ്ണനയായിരുന്നല്ലോ. ഭഗവാൻ ആ വിശ്വരൂപനായിട്ട് വിരാട് രൂപനായിട്ട് ഓരോ പ്രപഞ്ച ഘടകങ്ങളും ഭഗവാനിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഈ പ്രപഞ്ച സൃഷ്ടിയാണ് അല്ലേ, അത് ക്രിയ, ഭഗവാന്റെ ക്രിയ തുടങ്ങണം. ഇങ്ങനെ ഓരോ ഘടകങ്ങളും ഭഗവാനിൽ ഇങ്ങനെ നിന്നത് കൊണ്ട് നമ്മുടെ സംസാര ചക്രം നടക്കില്ലല്ലേ. സംസാരചക്രമയി ചക്രതര ക്രിയാസ്തേ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഭഗവാന്റെ ക്രിയയാണ് ഈ സംസാര ചക്രം. അതിനുള്ള ഒരു മാർഗമാണ് ഇനി ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും എന്നതാണ് ഈ ദശകത്തിന്റെ ഹെഡിങ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം ശാർദൂല വിക്രീഡിതം എന്ന വൃത്തമാണ്. നാരായണീയത്തിൽ അത് കൂടെ ഉപയോഗിക്കാറുണ്ട്. ശാർദൂല വിക്രീഡിതം 19 അക്ഷരം വരുന്ന ഒരു വൃത്തമാണ്. 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. ഇതാണ് എൻ്റെ ലക്ഷണം. 6 ഗണം, 3 18, പിന്നെ അവസാനം ഒരു ഗുരു. ഇതാണ് 12 മസജം. 12 ഒരു നിറുത്ത് വേണം. മസജം മഗണം സഗണം ജഗണം, പിന്നെ സഗണം തഗണം തഗണം, പിന്നെ ഗുരു. അങ്ങനെ 6 ഇത് ഗണവും പിന്നെ ഒരു ഗുരുവും കൂടെ ചേർക്കുമ്പോൾ 19 അക്ഷരം. അതാണ് ശാർദൂല വിക്രീഡിതം. നമുക്ക് ആ ശ്ലോകത്തിലേക്ക്, ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ യാതോസി ധാതാ സ്വയം. യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം യോ ഭൂസ്ഥിതരജോ വികാര വികസൻ നാനാസു തൃക്ഷാരസ. ഏവം ദേവ ചതുർദശാത്മക ജഗത് രൂപേണ. അതാണ് ചതുർദശാത്മക ജഗദ്രൂപേണ ജാതഃ പുനഃ തസ്യോർത്ഥം. പുനഃ തസ്യോർത്ഥം, ഊർദ്ധം, തസ്യ ഊർദ്ധം, തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതഃ അസി ജാതോസി ജാതഃ അസി ധാതാ സ്വയം. ഇതാണ് ആദ്യത്തെ 2 വരി. ഏവം ദേവ, അല്ലയോ ദേവ, ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്. അല്ലയോ ദേവ, ഏവം ഇപ്രകാരം, അതായത് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞ പ്രകാരം. ഇപ്രകാരം എന്താണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത്? ചതുർദശാത്മക ജഗദ്രൂപേണ ജാത. ഭഗവാൻ ആ ചതുർദശം എന്ന് വെച്ചാൽ 4 ദശം 10, 14 ആത്മക ജഗത് രൂപമായിട്ട് മാറി. അതാണ് നമ്മൾ വിരാട് പുരുഷനായിട്ട് കണ്ടത്. 14 ലോകമായിട്ട് ഭഗവാൻ നിൽക്കുകയും പിന്നെ ആ ജഗതാശ്രിതങ്ങളായിട്ടുള്ള മറ്റു പ്രപഞ്ചഘടനകളെയൊക്കെ ചേർത്തുള്ള വർണ്ണനയായിരുന്നല്ലോ വിരാട് രൂപ വർണ്ണന. അതാണ് ആദ്യം പറയുന്നത്. ഏവം ദേവ ചതുർദശാത്മക, ആ 14 ലോകം സ്വരൂപനായിട്ട് ആത്മക ജഗത് രൂപേണ, അങ്ങനെയുള്ള ആ ജഗത്തിന്റെ രൂപത്തിൽ ജാതഹ, അങ്ങ് ജാതനായല്ലോ. അതാണ് നമ്മൾ കണ്ടത്. പുനഃ, അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാണ്. തസ്യ ഊർദ്ധം. തസ്യ എന്ന് പറഞ്ഞാൽ ആ വിരാട് രൂപത്തിന്റെ, ആ നേരത്തെ പറഞ്ഞ 14 ലോകങ്ങൾ ഉൾപ്പെടെയുള്ള ആ വിരാട് രൂപത്തിന്റെ, അതാണ് തസ്യ, അതിന്റെ ഊർദ്ധം. ഊർദ്ധം വെച്ചാൽ മുകളിൽ, ഏറ്റവും മുകളിൽ. ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം. നമ്മളവിടെ കണ്ടല്ലോ, ശിരസ് എന്ന് പറയുന്നത് ഭഗവാന്റെ സത്യലോകമാണെന്ന് നമ്മൾ വിരാട് രൂപനി പറഞ്ഞല്ലോ. വിശ്വരൂപന്റെ ശിരസാണ് സത്യലോകം. അതാണ് ഇവിടെയും പറയുന്നത്. തസ്യോർത്ഥം, ആ ഈ വിശ്വരൂപന്റെ ഏറ്റവും മുകളിൽ ഊർദ്ധഭാഗത്ത് സത്യലോക നിലയെ, ആ സത്യലോകത്ത്, അതായത് ശിരസിലാണ്, വിശ്വരൂപന്റെ ശിരസാണ് സത്യലോകം. ആ ശിരസിൽ ജാതോസി ധാതാ സ്വയം, ഭഗവാൻ തന്നെ
ധാതാവായിട്ട്, ധാതാവ് എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തുന്നത്. പ്രപഞ്ച മനസ്സായിരിക്കുന്ന ആ ബ്രഹ്മാവ്, മനസ്സ് വേണമല്ലോ. സങ്കല്പമാത്രേണ പരമേശ്വര സസർജ സർവം, അങ്ങനെ ആ മനസ്സ് ഉണ്ടാകണം. ആ മനസ്സിന്റെ ഭാവത്തിൽ ബ്രഹ്മാവ്, ഈ ബ്രഹ്മാവായിട്ട് ഭഗവാൻ സത്യലോകത്തിൽ പ്രവേശിച്ചു എന്ന് പറയുക. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാതനായിട്ട് അതിനുശേഷം തസ്യോർത്ഥം, ആ വിരാട് പുരുഷ രൂപത്തിന്റെ ഊർദ്ധം, മുകളിൽ, അല്ലോ എന്നുള്ള അർത്ഥത്തിൽ സത്യലോക നിലയെ, അതാണ് നമ്മളിപ്പം ബ്രഹ്മാവിന്റെ ലോകമായിട്ട് പറയുന്നതല്ലേ സത്യലോകം. അവിടെ ഭഗവാൻ പ്രവേശിക്കുകയാണേ. സത്യലോക നിലയെ ജാതഃ അസി ധാതാ സ്വയം, ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് മാറുന്നത്. ഈ ത്രിമൂർത്തി സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും സകല സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുന്നത് ഭഗവാൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ പരമാത്മഭാവത്തിൽ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ ബ്രഹ്മസ്വരൂപമായിട്ട് അങ്ങ് ആ സത്യലോകത്തിൽ എന്ത് ചെയ്തു? ധാതാ സ്വയം അവിടെ കടന്നു. അതാണ് പറയുന്നത്. തസ്യോർത്ഥം ഖലു സത്യലോക നിലയെ ജാതോസി, ജാതഹാസി, അവിടെ ജനിച്ചു എന്ന് പറയാണ്. ജാതഹാസി ധാതാ സ്വയം ധാതാ ജാതോസി, സ്വയമേ തന്നെ, തനിയെ തന്നെ ധാതാവെന്ന രൂപത്തിൽ, അതായത് പോറ്റുന്നവൻ എന്നൊക്കെയാണല്ലോ ധാതാവിന്റെ അർത്ഥം. നിലനിർത്തുന്നവൻ, സ്ഥിതി, സംഹാരം, സൃഷ്ടി, ഇതെല്ലാം ബ്രഹ്മാവിന്റെ ആണല്ലോ സൃഷ്ടി. അതുകൊണ്ട് ആ ബ്രഹ്മഭാവത്തിൽ ഈ സത്യലോക നിലയത്തിൽ ജാതഹ അസി, ഭഗവാൻ തന്നെ അങ്ങനെ ആയി എന്ന് പറയാണ്. അതാണ് ആദ്യത്തെ രണ്ടു വരി. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന തസ്യോർത്ഥം ഖലു സത്യലോക നിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം. ഇനി ആ ബ്രഹ്മാവിന്റെ നിർവചനം പറയാണ്. അഖിലത്രൈലോക്യ ജീവാത്മകം. ഈ ത്രൈലോക്യം എന്ന് വെച്ചാൽ മൂന്ന് ലോകം എന്ന് പറഞ്ഞാൽ ഈ 14 ലോകമുണ്ടേ. ഈ 14 ലോകത്തിൻ്റെയും ജീവസ്വരൂപമായിട്ടിരിക്കുന്നത്, അതാണ് പ്രപഞ്ച മനസ്സെന്ന് പറയുന്ന ആ ജീവഭാവത്തിൽ ബ്രഹ്മാവ്. അതാണ് ജാതോസി ധാതാസ്വയം യം ശംസന്തി ഹിരണ്യഗർഭം. ആ ബ്രഹ്മാവിനെയാണ് നമ്മൾ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. യം, ഏതൊന്നിനെയാണോ ശംസന്തി പറയുന്നു, എന്താണ് ഹിരണ്യഗർഭൻ. അതെന്താണ്? അഖിലത്രൈലോക്യ ജീവാത്മകം. ഈ കാണുന്ന ത്രിലോകത്തിൻ്റെയും, ഭൂമി, സ്വർഗം, പാതാളം അല്ല, ഈ 14 ലോകത്തിൻ്റെയും ജീവനായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ചൈതന്യ സ്വരൂപമായിട്ടിരിക്കുന്ന ആ ഹിരണ്യഗർഭനാണ് ഈ ധാതാവ്. ഭഗവാൻ തന്നെയാണത്. അതാണ് യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം. 3 ലോകത്തിൻ്റെയും ജീവസ്വരൂപമായിരിക്കുന്ന ആ ധാതാവിനെ ഹിരണ്യഗർഭൻ എന്ന് ശംസന്തി പറയുന്നു. യോഭൂത് സ്ഫീത രജോവികാര വികസൻ യഹ അഭൂത്. ഏതൊന്നാണോ അഭൂത് ആയി തീർന്നത്, എങ്ങനെ? സ്ഫീത രജോവികാര വികസൻ. ആ ഹിരണ്യഗർഭൻ എന്ത് ചെയ്തു? അതിൻ്റെ ആ രജോ ഗുണം വർദ്ധിപ്പിച്ച്, അതിന് സത്വഗുണവും രജോ ഗുണവും ഉണ്ട്. അതിൽ ആ രജോ ഗുണത്തിന്റെ വർധനം, അതാണ് സ്ഫീതം, സമ്പുഷ്ടമായിരിക്കുന്ന ആ രജോ ഗുണം. അതാണ് രജസാണല്ലോ ഇനി സൃഷ്ടി നടത്തേണ്ടത്. ആണ് രജ കർമ്മണി ഭാരത എന്നൊക്കെ ഗീത പറയത്തില്ലേ. ആ രജോ ഗുണത്തിലാണ് കർമ്മം ഇരിക്കുന്നത്. അന്നേരം ഇനി ബ്രഹ്മാവിന് കർമ്മമാവേണ്ട ക്രിയ, ആ ക്രിയ ചെയ്യാൻ വേണ്ടി രജോ ഗുണം വികസിപ്പിച്ചു എന്ന് പറയുകയാണ്. അതാണ് സ്ഫീത രജോ വികാരൻ. ആ സമ്പുഷ്ടമായിരിക്കുന്ന രജോ വികാരം വികസതായിട്ട്, വികസൻ അത് വികസിപ്പിച്ചവനായിട്ട് നാനാസൃഷ്ട, പലതരത്തിലുള്ള പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടികളുണ്ടല്ലേ. പേരായിരം പ്രതിഭയായിരം ഇങ്ങിവറ്റിൽ ആരാലെഴും വിഷയമായിരമാം പ്രപഞ്ചം. അങ്ങനെ ആയിരക്കണക്കിന് നാനാത്വമുള്ള ആ സൃഷ്ടി നടത്താൻ ശുശ്രൂഷാരസ, ആ ബ്രഹ്മാവിന് ശുശ്രൂഷ എന്ന് വെച്ചാൽ സൃഷ്ടി നടത്താനുള്ള ആ രസം കൊണ്ട് പലതരത്തിലുള്ള സൃഷ്ടി അല്ലേ. നേരത്തെ നമ്മൾ ചെറുപനി കണ്ടത് ഒരു ഏകദേശ രൂപമല്ലേ. ഇങ്ങനെ അതിനെ തന്നെ പലതായിട്ട് വികസിപ്പിക്കുന്നതിനുള്ള രസം, അതാണ് നാനാ ശുശ്രൂഷ എന്ന് വെച്ചാൽ സൃഷ്ടി. അത് ഉള്ള ആ രസം കൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഹിരണ്യഗർഭൻ യോ അഭൂത് സ്ഫീത രജോവികാര വികസൻ. ഈ രജോ ഗുണങ്ങളെയൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ആ സൃഷ്ടി രസികനായി മാറി എന്നാണ് പറയുന്നത്. ഈ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായിട്ട് ഈ സൃഷ്ടി പ്രക്രിയയിൽ രസികനായി മാറിയത്. അതാണ് ആദ്യത്തെ ശ്ലോകം. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന
തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ യാതോസി ധാതാ സ്വയം ജാതഃ അസി ധാതാ സ്വയം സ്വയം ധാതാ ജാതഃ അസി യം ശംസന്തി ഹിരണ്യഗർഭം. ഏതൊന്നിനെയാണോ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്? അഖിലത്രൈലോക്യ ജീവാത്മകം, ഈ മൂന്ന് ലോകത്തിൻ്റെയും ജീവസ്വരൂപമായിരിക്കുന്ന ആ ഹിരണ്യഗർഭൻ യോഭൂത്, അതിങ്ങനെ മാറി. അത് എന്താണ് ആയിട്ട്? സ്ഫീതരജോ വികാര വികസൻ. ആ രജോ ഗുണമൊക്കെ അങ്ങോട്ട് വർദ്ധിപ്പിച്ച് പലതരത്തിലുള്ള സൃഷ്ടി ചെയ്യാനുള്ള ആ രസം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഹിരണ്യഗർഭൻ ഇരിക്കുകയാണ്. അതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ താല്പര്യം. ഇതിലും നേരത്തെ പറഞ്ഞ കണക്ക് സംശയമൊക്കെ ഉള്ളത് എഴുതി വെക്കണം. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഇതെല്ലാം എഴുതി കുറിച്ച് വെച്ച് അവസാനം നമുക്കത് വ്യക്തമാക്കാം. രണ്ടാമത്തെ ശ്ലോകം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലത്തസ്തിവൻ താവത്വം ജഗദാംബതേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ ശ്രുതിസുഖാം കുറുവൻ തപ പ്രേരണം. ഈ ശ്ലോകങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാക്കാൻ കുറച്ച് ഉണ്ട്. എന്നാലും അങ്ങനെ കാര്യമായിട്ടില്ല, എന്നാലും സംസ്കൃത ശ്ലോകങ്ങളായതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സായം, ഇവൻ സായം വിശ്വവിസർഗദത്ത ഹൃദയ, വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം, സംപശ്യമാന സ്വയം ബോധം കലു അനവാപ്യ, ബോധം കല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലത്തസ്തിവാൻ, ചിന്താകുലത്തസ്തിവാൻ. അങ്ങനെ ആ ബ്രഹ്മസ്വരൂപ ബ്രഹ്മഭാവത്തിൽ സൃഷ്ടിക്ക് വേണ്ടി ഈ ഭഗവാൻ തന്നെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ആ ബ്രഹ്മാവിന് സ്വയം, ആ ബ്രഹ്മാവ്, ആ ഹിരണ്യഗർഭൻ വിശ്വവിസർഗദത്ത ഹൃദയ, വിശ്വവിസർഗം എന്ന് വെച്ചാൽ വിസർഗ സൃഷ്ടിയാണ്. വിശ്വത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി വിശേഷണമുള്ള സർഗം, അതായത് പലതരത്തിലുള്ള നാനാ സൃഷ്ടികൾ നടത്തണ്ടേ. അതുകൊണ്ടാണ് വിസർഗദത്ത ഹൃദയ, ആ മനസ്സ് ദത്തമായി സമർപ്പിച്ചു. അതായത് ഇതെങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടതെന്നുള്ളതിന്റെ ആ ഒരു വശങ്ങളൊക്കെ ദത്തഹൃദയനായി സമർപ്പണ ബുദ്ധിയോടുകൂടിയവനായിട്ട് ബ്രഹ്മവിരിക്കുകയാണ്. ഇങ്ങോട്ട് തുടങ്ങണ സൃഷ്ടി ചെയ്യണ്ടേ, അന്നേരം ഒരുപാട് കാര്യങ്ങൾ അറിയണം. അതിനുവേണ്ടി മനസ്സ് അതിലൂന്നുക. അതാണ് ദത്തഹൃദയ സംപശ്യമാന സ്വയം, സ്വയം സംപശ്യമാന. സംപശ്യമാന വെച്ചാൽ ആലോചിച്ച്, സ്വയം ആദ്യം ആലോചിക്കുമല്ലോ. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ പരിഹരിക്കണമെന്ന് സ്വയം ആലോചിക്കത്തില്ലേ? അതാണ് സംപശ്യമാന സ്വയം. എങ്ങനെയാണ് ഇനി സൃഷ്ടി പ്രക്രിയയിലേക്ക് മുന്നോട്ട് പോകേണ്ടതെന്ന് സ്വയം സംപശ്യമാന ബോധം ഖലു അനവാപ്യ. അങ്ങനെ എത്ര ചിന്തിച്ചിട്ടും ബോധം വിശ്വവിഷയം കലനാപ്യ, അല്ല ഖലു അനവാപ്യ എന്നെടുക്കണം. വിശ്വവിഷയം, അതായത് വിശ്വം എങ്ങനെയാണ്, വിശ്വസംബന്ധിയായ വിഷയത്തിന് ബോധം അനവാപ്യ. അനവാപ്യം എന്ന് വെച്ചാൽ ലഭിക്കാഞ്ഞ്, അവാപ്യം എന്ന് വെച്ചാൽ ലഭിച്ചിട്ട്, അനവാപ്യം എന്ന് വെച്ചാൽ ലഭിക്കാതെ. അദ്ദേഹം സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കി. തൻ്റെ ബുദ്ധി കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് എന്താണ് മാർഗമെന്ന് ബ്രഹ്മാവെന്ന് ചിന്തിച്ചിട്ട് ആ ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം, വിശ്വവിഷയം ബോധം അനവാപ്യ, അങ്ങനെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. സ്വയം ബ്രഹ്മാവിന് എങ്ങനെയാണ് സൃഷ്ടി പ്രക്രിയയിൽ ഏർപ്പെടേണ്ടതെന്ന് പിടികിട്ടിയില്ല എന്ന് പറയാണ്. അതാണ് ആദ്യത്തെ രണ്ടു വരി. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ, സ്വയം എന്ന് വെച്ചാൽ സായം, ആ ഹിരണ്യഗർഭൻ ആയിരിക്കുന്ന ബ്രഹ്മാവ് അല്ലെങ്കിൽ വിധാവ് വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം, സ്വയം സംപശ്യമാന, തനിയെ ആലോചിച്ചു വിശ്വവിസർഗം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സുവെച്ച്. ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലത്തസ്തിവാൻ, ചിന്താകുലനായി, ചിന്ത കൊണ്ട് വ്യാകുലനായി. അതായത് ശരിക്കും ആ ബോധം ഉറയ്ക്കാഞ്ഞുകൊണ്ട് ചിന്ത കൊണ്ട് വ്യാകുലനായി, ആകുലനായി തസ്തിവാൻ ഇരുന്നു, സ്ഥിതി ചെയ്തു എന്ന് പറയാണ്. തസ്തിവാൻ, അദ്ദേഹത്തിന് സ്വയം ബോധം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ചിന്താകുലനായി എന്താണ് മാർഗമെന്ന് അറിയാം. ഇതി കർത്തവ്യതാമൂഢൻ എന്നൊക്കെ നമ്മൾ പറയില്ല, എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാഞ്ഞ് ബ്രഹ്മാവ് ഇരിപ്പായി എന്ന് പറയാണ്. അതാണ് ആദ്യത്തെ രണ്ടു വരി. സ്വയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം ഖലു അനവാപ്യ വിശ്വവിഷയം, വിശ്വവിഷയം ബോധം എടുക്കണം. ആ വിശ്വവിഷയത്തെക്കുറിച്ചുള്ള ബോധം, അറിവ്, അതിനെപ്പറ്റിയുള്ള അറിവ് ഖലു അനവാപ്യ,
ലഭിക്കാഞ്ഞിട്ട് ചിന്താകുലത്തസ്തിവാൻ ചിന്താവ്യാകുലനായിട്ട് സ്ഥിതി ചെയ്തു. താവത്വം താവത് അപ്പോൾ ത്വം അങ്ങ് ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു? ജഗദാംബതേ ലയോ ജഗതത്തിന്റെ പതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ. അതാണ് ജഗദാംബതേ തപ തപ, രണ്ട് വാക്ക്. അതായത് ബ്രഹ്മാവ് ഇങ്ങനെ ഒന്നും അറിയാൻ വയ്യാത്തവനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് തപ തപ, അതായത് തപസ് തപസ് എന്നുള്ള രണ്ട്, തപം ചെയ്യുക തപം ചെയ്യുക, അതാണ് തപതപേ ഇതി ഏവം ഇപ്രകാരം എന്ന്, ഇപ്രകാരം അതായത് തപഹ തപസ് ചെയ്തോളൂ തപസ് ചെയ്തോളൂ. ഇത്യേവം ഹി വൈഹായസീം വാണി. വൈഹായസീം വാണി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നുള്ള അശരീരി പോലുള്ള ഒരു ശബ്ദം. വിഹായസ് എന്ന് വെച്ചാൽ ആകാശം, ആകാശത്തിൽ നിന്നുള്ളൊരു വാണി എന്ന് വെച്ചാൽ ശബ്ദം. അത് ബ്രഹ്മാവ് കേട്ടു. അതാണ് വൈഹായസീം വാണീമേനം അശിശ്രവ. അശിശ്രവ എന്ന് വെച്ചാൽ കേൾപ്പിച്ചു എന്നാണ്. അതായത് ബ്രഹ്മാവിനെ കേൾപ്പിച്ചു. ഇത്രയും വിഷമത്തിയിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുക്കെ ഒരു അശരീരി പോലെ ആകാശത്ത് നിന്ന് തപസ് ചെയ്യുക എന്നുള്ള ഒരു വൈഹായസീം വാണിയും ഏനം എന്ന് വെച്ചാൽ ഈ ഹിരണ്യഗർഭനെ അശിശ്രവ കേൾപ്പിച്ചു. ശ്രുതിസുഖാം, ഇത് വളരെ കേൾക്കാൻ മനോഹരമായിരുന്നു. ഭഗവത് വാണിയായിട്ടാണത് പറയുന്നത്. ആ ഭഗവാനാണ് ആ തപ എന്ന് പറഞ്ഞ ഒരു ഉപദേശം ബ്രഹ്മാവിന് കൊടുത്തത്. അത് ശ്രുതിസുഖാം, അതിന് വളരെ ഇമ്പമുള്ള ഒരു വാക്കായിരുന്നു ബ്രഹ്മാവിനെ സംബന്ധിച്ച്. കാരണം അത്രയും വിഷമിച്ചിരിക്കുമ്പോൾ അതിനൊരു പരിഹാരം കൊടുത്തിരിക്കല്ലേ, അതും ഭഗവാന്റെ ആ മധുരമായ ശബ്ദത്തിൽ. അതാണ് ശ്രുതിസുഖാം. ശ്രുതിസുഖാം അതെന്തിനാണ് വേണ്ടിയാണ്? കുറുവൻ തപപ്രേരണം, തപസ് പ്രേരിപ്പിക്കുക, തപസ്സിന് ചെയ്തോളൂ എന്നതിനുള്ള പ്രേരണയായിട്ടാണ് ഈ തപ എന്ന് പറഞ്ഞത്. അതായത് കുറുവൻ തപപ്രേരണാം കുറുവൻ, ആ തപസ്സിനുള്ള പ്രേരണ ചെയ്തുകൊണ്ട് ഈ തപ എന്നുള്ളൊരു ശബ്ദം ആകാശത്ത് നിന്ന് ഈ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു എന്ന് പറയുകയാണ്. അത് വളരെ ശ്രുതിസുഖാം വളരെ കാതിന് ഇമ്പമുള്ളതായിരുന്നു ബ്രഹ്മാവിന്. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലത്തസ്തിവാൻ. ബ്രഹ്മാവിന്റെ കാര്യം പറയുകയാണേ, വളരെ വ്യാകുലനായിട്ട് ഇങ്ങനെ പരിഹാരം കാണാതെ ഇരുന്നു. സൃഷ്ടി ചെയ്യാനുള്ള മാർഗം കാണാഞ്ഞ് അദ്ദേഹം വളരെ വിഷമിച്ചിരുന്നപ്പോൾ താവത് ആ സമയത്ത് ത്വം ഗുരുവായൂരപ്പൻ ജഗദാംബതേ അല്ലയോ ജഗത്തിന്റെ പതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങ് തപതപേത്യേവം ഹി വൈഹായസീം, തപഹ എന്നുള്ള ആ വൈഹായസീം വാണി, ആകാശത്തിൽ നിന്നൊരു ആളാരാന്നറിയാൻ വയ്യ, ഒരു ശബ്ദം കേട്ടു. അത് വൈഹായസീം വാണി, ശരീരം എന്ന് പറയുന്ന കണക്ക്. ഏനം അശിശ്രവയാണ് ക്രിയ. കേൾപ്പിച്ചു. ഏനം ഈ ഹിരണ്യഗർഭനെ കേൾപ്പിച്ചു. ശ്രുതിസുഖാം കുറുവൻ തപപ്രേരണാം. എന്താണ് അതിൻ്റെ ഉദ്ദേശം? തപസ് ചെയ്യൂ എന്നുള്ളതിൻ്റെ പ്രേരണയായിട്ടാണ് ഈ തപ ശബ്ദം ഇവിടെ കേൾപ്പിച്ചത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സംപശ്യമാന സ്വയം ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലത്തസ്തിവാൻ താവത്വം ജഗദാംബതേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനമശിശ്രവ. വൈഹായസീം വാണീം ഏനം അശിശ്രവ ശ്രുതിസുഖാം കുറുവൻ തപപ്രേരണം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. മൂന്നാമത്തത്, ഈ ശബ്ദം ഈ ബ്രഹ്മാവ് കേട്ടു. അന്നേരം ആ ബ്രഹ്മാവിനുണ്ടായ അവസ്ഥയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദീക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാദേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം. കോസൗ മാമവദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ക അസൗ മാം അവദത് ക അസൗ പുമാൻ. ഏത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷ ഉദ്ദീക്ഷ്യ കിമപി അനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത. കാസവ് പുമാൻ, ഈ
ഇതാരാണ് ഈ ശബ്ദം, ഈ മനുഷ്യൻ ആരാണ് ഇങ്ങനൊരു ശബ്ദം പുറപ്പെടുവിച്ചതെന്ന് ബ്രഹ്മാവ് തോവാണ്. കാ അസൗ പുമാൻ മാം അവതത്, എന്നോട് പറഞ്ഞത്. ഏത് മനുഷ്യനായിരിക്കാം എന്നോട് ഇങ്ങനെ പറഞ്ഞത്? അതാണ് കോസവുമാമപദത് പുമാൻ. ഈ പുമാൻ ആരാണ് എന്ന് ബ്രഹ്മാവ് സ്വയം ചിന്തിക്കുകയാണ്. ഇങ്ങനൊരു ശബ്ദം ആകാശത്തു നിന്ന് കേട്ട് തപ തപ എന്ന്, ഇത് ആരാണ് എന്നോട് പറഞ്ഞത്? അതാണ് ക അസൗമാം അപദത്, മാം എന്നോട്, അപദത് എന്ന് വെച്ചാൽ പറഞ്ഞത്. പുമാൻ, ഈ പുമാൻ പുരുഷൻ ആരാണ്? ഇത് ഇപ്രകാരം ജലാപൂർണേ ജഗന്മണ്ഡലേ. ഈ ജഗത്തിപ്പം വിശ്വരൂപനായിട്ട് ഇരിക്കുകയല്ലേ, ആ വിശ്വരൂപൻ ജലാപൂർണമാണ്, കാരണത്തിൽ കിടക്കുകയാണ്. കാരണത്തിലാണല്ലോ ആ അണ്ടശയിച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ടല്ലോ ആ ദേശകത്തി. അതിൽ ഈ വിശ്വരൂപൻ ഇരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ജലാപൂർണേ ജഗന്മണ്ഡലേ. ചുറ്റും ജലം, അവിടാണ് ഈ വിശ്വരൂപൻ മേളിൽ ഇരിക്കുന്നത്. അത് ഹിരണ്യഗർഭനായിട്ട് ബ്രഹ്മാവ്. അതാണ് ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദീക്ഷ്യ. ബ്രഹ്മാവ് എന്ത് ചെയ്ത്? ദിക്ഷുദ്ദീക്ഷ്യ, ദീക്ഷ എന്ന് വെച്ചാൽ ദിക്കുകൾ, ദിക്കുകളിലെല്ലാം നോക്കി, ധാരാണെന്നൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരാണ്, ഏത് മനുഷ്യനാണ്, ഏത് പുരുഷനാണ് എന്നോട് ഇപ്രകാരം പറഞ്ഞതെന്ന് 4 സൈഡിലേക്കും ബ്രഹ്മാവ് നോക്കി. അതാണ് ദിക്ഷുദ്ദീക്ഷ്യ. ദിക്കുകൾ, ഉദ്ദേക്ഷ്യ എന്ന് വെച്ചാൽ നോക്കിയിട്ട്, കിമപ്യനീക്ഷിതവത, കിമപി ഒന്നും കാണുന്നില്ല. ഇങ്ങനെ പരതി നോക്കിയിട്ടും കിമപി അനീക്ഷിതവത, ആരെയും കാണാൻ കഴിഞ്ഞില്ല, ഒന്നിനെയും കാണാൻ കഴിഞ്ഞിട്ട. ഉടനെ എന്ത് ചെയ്തു? ഇനി രക്ഷയില്ലല്ലോ, ആരാ പറഞ്ഞ ആളാരെ കണ്ടാൽ അദ്ദേഹം ഇതിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത്. പക്ഷെ ആരെയും കാണാഞ്ഞ് വാക്യാർത്ഥമുത്പശ്യത, ഈ പറഞ്ഞ തപ തപ എന്നുള്ളതിൻ്റെ ആ വാക്യാർത്ഥം എന്താണെന്നൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയതാണ് ഉത്പശ്യത. ഈ ഹിരണ്യഗർഭൻ ഈ കേട്ട വൈഹായസിയും വാണിയുടെ ആ അർത്ഥം ഒന്ന് ശരിക്ക് മനസ്സിലാക്കാൻ നോക്കി. അതാണ് വാക്യാർത്ഥം, വാക്യത്തിന്റെ അർത്ഥം. തപ തപ എന്നുള്ള ആ വാക്യത്തിന്റെ അർത്ഥം ഉത്പശ്യത ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കി. കോസൗമാമപദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദീക്ഷ്യ കിമപ്യനീക്ഷിതവത, കിമപി ഒട്ടും കാണാതെ, ആരെയും കാണാതിരുന്നപ്പോൾ വാക്യാർത്ഥമുത്പശ്യത, സ്വയം ഈ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചു നോക്കി എന്ന് പറയാണ്. ദിവ്യം വർഷസഹസ്രം ആത്തതപസാ, ദിവ്യം വർഷസഹസ്രം ആത്തതപസാതേന. എന്നിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിച്ചും ഈ തപസ് എന്ന് കേട്ടല്ലോ, അങ്ങനെ ഈ തപസ് തന്നെ ചെയ്തുകൊണ്ട് ധ്യാന നിമഗ്നനായിട്ട് ദിവ്യം വർഷസഹസ്രം, നമ്മുടെ വർഷസഹസ്രമല്ല, 1000 വർഷം, സഹസ്രം എന്ന് വെച്ചാൽ 1000 ദിവ്യ വർഷങ്ങൾ, വളരെ നീണ്ട കാലയളവാണ്. ബ്രഹ്മാവിൻ്റെയൊക്കെ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘടന അല്ലല്ലോ, ഒരുപാട് വിപുലമാണ്. അതുകൊണ്ടാണ് ദിവ്യം എന്ന് പറയണ. ദിവ്യം വർഷസഹസ്രം ആത്തതപസ, ആ തപസ് കൈക്കൊണ്ടിട്ട്, തപസ് എന്ന് വെച്ചാൽ തപസ് ചെയ്യുന്നവനായിട്ട്, തേനത്വമാരാധിത തസ്മൈ, തേനത്വമാരാധിത, തേനെന്ന് വെച്ചാൽ ആ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടവനായി അങ്ങ്, ആരാധിതസ്ത്വം. അതായത് ഈ തപസ്സിൽ കൂടി ഭഗവാനല്ലേ ആരാധിച്ചത്, ഗുരുവായൂരപ്പനെയാണ് ബ്രഹ്മാവ് ഈ തപസ് കൊണ്ട് ആരാധിച്ചത്. അതാണ് ആരാധിതത്വം. ഈ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടവനായിരിക്കുന്ന അങ്ങ് തസ്മൈ ദർശിതവാനസി, തസ്മൈ ആ ബ്രഹ്മാവിനായിക്കൊണ്ട് ദർശിതവാനസി എന്ന് വെച്ചാൽ കാട്ടിക്കൊടുത്തു. ഈ തപസ് ഇങ്ങനെ പുരോഗമിച്ച് അതിൻ്റെ ഒരു പൂർണ്ണാവസ്ഥയിൽ വന്ന 1000 ദിവ്യ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്താണ് ചെയ്തത്? ദർശിതവാനസി സ്വനിലയം, തൻ്റെ നിലയം, ധാമം, ഭഗവാന്റെ ആ ധാമം ഉണ്ടല്ലോ വൈകുണ്ഠം, ആ വൈകുണ്ഠം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്ന് പറയാണ് തപസ് ചെയ്യുമ്പോൾ. അതാണ് തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം, ഏകമായി അത്ഭുതം, അതിന് സമാനമായിട്ട് വേറൊരു വിസ്മയം ഇല്ലെന്ന്, അതിന് തുല്യതയില്ല. ഏകാത്ഭുതം, ഏകവിസ്മയമായിരിക്കുന്ന, അതിനപ്പുറത്ത് വേറൊരു വിസ്മയം ഇല്ല അതിന് തുല്യമായിട്ട്. അതാണ് ഏകാത്ഭുതമായിരിക്കുന്ന തൻ്റെ സ്വനിലയം, സ്വധാമം ഈ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു. ദർശിതവാനസി എന്ന് പറയാണ്. കോസൗമാമപദത് പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദീക്ഷ്യ കിമപ്യനീക്ഷിതവത, ദിക്ഷുദ്ദീക്ഷ്യ കിമപി അനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത. ആ വൈഹായസീം വാണിയുടെ അർത്ഥം ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ദിവ്യം വർഷസഹസ്രമാ
തപസ 1000 ദിവ്യവർഷങ്ങളോളം ഈ ബ്രഹ്മാവ് ആ കാരണജലത്തിൽ ഇങ്ങനെ തപസ്സിരുന്നപ്പോൾ തേനത്വം ആരാധിത, അങ്ങനെ ഭഗവാനെ ആരാധിക്കപ്പെട്ടവനായ തേന, ആ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ടവനായ ത്വം അങ്ങ് തസ്മൈ ദർശിതവാനസി, തസ്മൈ ആ ബ്രഹ്മാവിനായിക്കൊണ്ട് തൻ്റെ ആ സ്വനിലയം ഏകാത്ഭുതമായിരിക്കുന്ന മറ്റ് സദൃശങ്ങളൊന്നുമില്ലാതിരിക്കുന്ന ആ ദിവ്യമായിരിക്കുന്ന വൈകുണ്ഠം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം എന്നുള്ള ഞാൻ ചൊല്ലാം. കോസൗമാമപദത് പുമാനിരിജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദേക്ഷ്യ കിമപ്യനീക്ഷിതവത വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രം ആത്തതപസാദേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠം ഏകാത്ഭുതം. ഇതാണ് 3-ാമത്തെ ശ്ലോകം. 4-ാമത്തെ ശ്ലോകം ഇനി ആ വൈകുണ്ഠത്തിന്റെ മനോഹരമായ വർണ്ണനയാണ്. ഇനി അങ്ങോട്ട് വർണ്ണനയാണ് വരുന്നത്. വൈകുണ്ഠം എന്താണെന്ന് പറയാണ്. മായായത്ര കഥാപിനോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിർ ശോകക്രോധ വിമോഹ സത്വസമുഖാഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദശരീരയത്ര പരമജ്യോതിർപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. മായായത്ര കഥാപി നോ വിഗുരുതേ, മായായത്ര കഥാപി നോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിർ ശോകക്രോധ വിമോഹ സത്വസമുഖാഭാവാസ്തു ദൂരം ഗതാ. അതുകൊണ്ട് എങ്ങനെയാന്ന് പറയാ. മായായത്ര കഥാപി നോ വിഗുരുതേ, ഈ മായയുടെ പ്രകടനങ്ങളൊന്നും അവിടെ നടക്കില്ല. ഇവിടെ മായയുടെ അധിപനായിരിക്കുന്ന ഭഗവാന്റെ ലോകത്ത് പിന്നെ മായയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അതാണ് മായായത്ര. മായയാണെങ്കിൽ എവിടെയാണോ കഥാപി നോ വിഗുരുതേ, ഒരു ഭാവവും ഉണ്ടാക്കാൻ മായയ്ക്ക് അവിടെ കഴിവില്ല. ഒരു ഭേദചിന്തയ്ക്കും അവിടെ പ്രസക്തിയില്ല. മായയാണല്ലോ പലതുണ്ടാക്കി കാണിക്കുന്നത്. അവിടെ അങ്ങനെ ഒന്നും കാണിക്കാനുള്ള ആ ഒരു ധൈര്യം മായയ്ക്കില്ല. അതാണ് മായായത്ര കഥാപി നോ വിഗുരുതേ. വികൃതി എന്ന് വെച്ചാൽ മാറ്റങ്ങൾ, ഭാവങ്ങളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഈ മായയുടെ പണി. അതൊന്നും അവിടെ നടക്കില്ല. അത് എവിടാണ്? ഭാതേ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിർ. നമ്മുടെ ജഗത്തിലാണെങ്കിൽ ഇതെല്ലാം നടക്കും അല്ലേ? പ്രപഞ്ചത്തിന്, ഈ 14 ലോകത്തിനും അപ്പുറത്തുള്ളതാണ് ഈ വൈകുണ്ഠം. അതാണ് ഈ ജഗത്തിനും അപ്പുറം നിൽക്കുന്നതെന്ന് പറയുന്നത്. ഏറ്റവും മുകളിലാണ്. ഈ സത്യലോകത്തിൻ്റെയും മുകളിൽ ഒരു പ്രത്യേക സ്ഥലമാണ് ഈ വൈകുണ്ഠം. അത് അവസാനം നമ്മൾ 99-ാം ദിവസത്തിൽ പറയപ്പെട്ടതിന് ഈ വൈകുണ്ഠം എവിടാന്നുള്ളത്. മായായത്ര കഥാപിനോ വിഗരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിർ. ഈ ജഗത്തിൻ്റെയും പുറത്ത്, അതായത് 14 ലോകങ്ങളുടെയും പുറത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഈ വൈകുണ്ഠം. അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. വിശ്വരൂപനെ ഉണ്ടാക്കി അല്ലെങ്കിൽ വിരാട് പുരുഷനെ ഉണ്ടാക്കിയിരിക്കുന്നത് മായ തന്നെയാണ്. പക്ഷേ ഈ മായയ്ക്കൊന്നും ഈ വൈകുണ്ഠത്തിന് യാതൊരു വിധമായ മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ശാശ്വതമായ സ്ഥാനമാണ് അല്ലേ? അതാണ് മായായത്ര കഥാവിനോ വിഗുരുതേ. ഒരു ഭാവമാറ്റവും മായയ്ക്ക് ഉണ്ടാക്കാൻ അവിടെ പറ്റില്ല. അത് ജഗദ്ഭ്യോ ബഹിർ, ഈ ജഗത്തിന് 4 ലോകത്തിനും പുറത്തായിട്ട് നിൽക്കുകയാണ് അത് അല്ലേ? ഏകാംശേന സ്ഥിതോ ജഗത് എന്നല്ലേ പറയുന്നത്. ഈ ജഗത്ത് എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ഏകാംശത്തിൽ നിൽക്കുന്നതാണ്. ഭഗവാന്റെ ദിവ്യാംശം പിന്നെയും 3-ൽ 2 കിടപ്പുണ്ട്. ഒരു 3-ൽ 1 മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത്. പുരുഷ സൂക്തത്തിലും അതിലേ പറയുന്നത്. ആ ഭൂമിയും വിശദോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം എന്നൊക്കെ നമ്മൾ പുരുഷ സൂക്തത്തിൽ പറയത്തില്ലേ? അതായത് പിന്നെയും 10 അങ്കുലം പുറത്താ നിൽക്കുന്നത് ഈ ജഗത്ത് കഴിഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഭാതേ ജഗദ്ഭ്യോ ബഹുർ. അവിടൊക്കെയാണ് ഈ വൈകുണ്ഠം ഇരിക്കുന്നത്, ആ ഭഗവാന്റെ ദിവ്യഭാവത്തിൽ. അത് ജഗത്തിനും പുറത്താണ് പ്രകാശിക്കുന്നത്. ഭാതേ അവിടെ എന്താണ്? ശോകക്രോധ വിമോഹ സത്വസമുഖാഭാവാസ്തു ദൂരംഗത. അടുക്കത്ത് പോലുമില്ല. നമ്മുടെ നാട്ടിലാണ് ഈ ഭാവങ്ങളൊക്കെ ഉള്ളത്. ശോകം, ക്രോധം, വിമോഹം, മൗഢ്യം, വിമോഹം എന്ന് പറഞ്ഞ അജ്ഞാനം ഒക്കെ ഉള്ള വിമോഹം, സാത്വസം ഭയം. സാത്വസം എന്ന് വെച്ചാൽ ഭയമാണ്. ഈ ഭാവങ്ങളൊക്കെ പലതുണ്ടെങ്കിലല്ലേ ഭയക്കാനുള്ളൂ. ഈ പറഞ്ഞതെല്ലാം ഈ ഭേദചിന്ത കൊണ്ടുണ്ടാകുന്നതാണ്. അവിടെ അങ്ങനെ ഒരു ഭേദചിന്തയ്ക്ക് ഇതില്ല. അതുകൊണ്ടാണ് ശോകക്രോധ വിമോഹ സത്വസമുഖ, ആ ഭാവങ്ങളെല്ലാം തുടങ്ങിയ ഭാവങ്ങൾ ഭാവാസ്തു ദൂരം ഗത, വളരെ ദൂരെ എന്ന് പറഞ്ഞാൽ അടുത്ത് പോലും ഇല്ലെന്ന്.
ഈ ഭാവങ്ങളൊക്കെ നമ്മുടെ ജഗത്തിലേ ഉള്ളൂ. വൈകുണ്ഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശോകമോ ക്രോധമോ വിമോഹമോ സാത്വസമോ തുടങ്ങിയ ഒരു ഭാവങ്ങളും അവിടെ കാണാനില്ല. ഭാവാസ്തു ദൂരം ഗത എന്ന് പറയുകയാണ്. അതാണ് വൈകുണ്ഠത്തിന്റെ പ്രത്യേകത. അതാണ് ആദ്യത്തെ രണ്ടു വരി. മായായത്ര ഗതാ വിനോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിർ ഭാതേ ജഗദ്ഭ്യോ ജഗദ്ഭ്യോ ബഹിർ ഭാതേ. വൈകുണ്ഠം അതാണ്. ഈ 14 ലോകത്തിൻ്റെയും പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് സംഭവിക്കുന്ന മായാഗുണങ്ങളൊന്നും അവിടെ ഇല്ല. ശോകക്രോധ വിമോഹ സത്വസമുഖാഭാവാസ്തു ഭാവാതു, അതാണ് ഭാവാസ്തു. ഭാവങ്ങളാകട്ടെ ദൂരംഗത, വളരെ ദൂരെയാണ്, അക്കലെയാണെന്നോ ഈ വൈകുണ്ഠം. ഞാൻ താഴെ വരണ്ടേ? ഭൂലോകത്ത് അല്ല, ഈ മറ്റ് ലോകങ്ങളിൽ വന്നാൽ മാത്രമേ ആ ഭാവങ്ങളൊക്കെ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് ദൂരംഗത. അവിടെ എന്താണ് ഉള്ളത്? സാന്ദ്രാനന്ദശ്ശരീ, സാന്ദ്രാനന്ദശ്ശരീ, സാന്ദ്രമായ ആനന്ദത്തിന്റെ പ്രവാഹം മാത്രമേ അവിടെ ഈ വൈകുണ്ഠത്തിലുള്ളൂ. ആനന്ദമെന്ന ഒറ്റ ഭാവം മാത്രം. അതാണ് സാന്ദ്രാനന്ദശരീരയത്ര പരമജ്യോതിർപ്രകാശാത്മകേ. പരമജ്യോതി, ഇവിടെ പ്രകാശം അല്ലേ? നമുക്കൊക്കെ ഇവിടെ പ്രകാശം കിട്ടണമെങ്കിൽ സൂര്യൻ ഉദിക്കണം. അവിടെ സൂര്യന്റെ ഒക്കെ അപ്പുറത്തുള്ള പ്രകാശം എപ്പോഴും ജ്യോതി സ്വരൂപമായിട്ടിരിക്കുകയാണ് വൈകുണ്ഠം. അതായത് ഇരുട്ടിന്റെ ഒരു ലാഞ്ചന പോലും അവിടെ ഇല്ല അല്ലേ? നതത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം എന്നൊക്കെ ഉപനിഷത്ത് പറയില്ലേ? അതായത് അവിടെ സൂര്യനെ ഒന്നും അല്ല, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഈ പരമാത്മ ചൈതന്യമാണ്. അതുകൊണ്ട് സൂര്യകുളത്തിനുമൊക്കെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വെറും മിന്നാമിനുങ്ങളായിട്ട് അവിടെ നിൽക്കാനേ കഴിയൂ. അതാണ് പറയുന്നത് സാന്ദ്രാനന്ദശരീരയത്ര പരമജ്യോതിർപ്രകാശാത്മകേ. ആ പരമമായിരിക്കുന്ന ജ്യോതി പ്രകാശസ്വരൂപമായിരിക്കുന്ന അവിടെ ഇതെന്താണ്? സാന്ദ്രാനന്ദശരി മാത്രമേ ഉള്ളൂ. ആ സാന്ദ്രമായ ആനന്ദത്തിന്റെ പ്രവാഹം മാത്രമാണ് വൈകുണ്ഠത്തിലുള്ളത്. സാന്ദ്രാനന്ദശരീരയത്ര പരമജ്യോതിർപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം. തത്തെന്ന് പറഞ്ഞാൽ തത് തേ, തേ തത് വിഭാവിതം, അങ്ങക്ക് തേ തത് വിഭാവിതം, അങ്ങ് കാട്ടിക്കൊടുത്ത. വിഭാവിതം എന്ന് പറഞ്ഞാൽ കാട്ടിക്കൊടുത്ത, ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തല്ലേ വിഭാവിതം. അങ്ങ് കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠം. തേ വിഭാവിതം, തത് തത് ആ കാട്ടിക്കൊടുത്തതാണ് തത്. തേ അങ്ങ് കാട്ടിക്കൊടുത്ത ആ രൂപം ഉണ്ടല്ലോ വൈകുണ്ഠം, അത് വിജയതേ, അത് വിജയിക്കുന്നു. വൈകുണ്ഠരൂപം വിഭോ, ആ വൈകുണ്ഠരൂപം എന്നും വിജയിക്കട്ടെ. കാരണം ഇത്രയും ഒരു 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 ഏകാത്ഭുതമായിരിക്കുന്ന ഒരു ലോകം വേറെയൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞതൊന്നും അവിടെ ഇല്ല. ശോകക്രോധ വിമോഹ സത്വസമുഖാദൂരാസ് ഭാവാസ്തു ദൂരം ഗത, വളരെ അകലെയാണ്. അതിനൊന്നും അവിടെ അടുക്കാൻ പോലും കഴിയേയില്ല. അവിടെ എപ്പോഴും സാന്ദ്രാനന്ദ ശരീര എത്ര പരമജ്യോതിർപ്രകാശാത്മകേ, ഇങ്ങനെ എടുത്തോണം. പരമജ്യോതിർപ്രകാശാത്മകേ എത്ര സാന്ദ്രാനന്ദശ്വരി, ആ പരമ ജ്യോതിർഗോളമായിരിക്കുന്ന ആ വൈകുണ്ഠത്തിൽ സാന്ദ്രാനന്ദശ്വരി മാത്രമേ ഉള്ളൂ. തത്തേ ധാമ, അങ്ങയുടെ ആ രൂപം, തത്തേ ധാമ വിഭാവിതം, കാട്ടിക്കൊടുത്തത് ആർക്ക്? ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത അങ്ങയുടെ ആ രൂപം, അതാണ് തത്തേ ധാമ. തേ ധാമ, അങ്ങയുടെ ആ ധാമം. തത് വിഭാവിതം, ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത. വിജയതേ, അത് വിജയിക്കട്ടെ. വൈകുണ്ഠരൂപം, വൈകുണ്ഠരൂപമാണല്ലോ ആ കാട്ടിക്കൊടുത്ത വൈകുണ്ഠരൂപം. വിഭാവിതം വൈകുണ്ഠരൂപം വിജയതേ എന്നാണ്. വിഭോ, അല്ലയോ വിഭോ, സർവശക്തനായിരിക്കുന്ന ഭഗവാനെ. എന്താ വൈകുണ്ഠത്തിന്റെ ഒരു വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. നമുക്കൊന്ന് വായിക്കാം. മായായത്ര ഗതാഭിനോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹിർ ശോകക്രോധ വിമോഹ സത്വസമുഖാഭാവാസ്തു ദൂരം ഗത സാന്ദ്രാനന്ദശരീരയത്ര പരമജ്യോതിർപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. അഞ്ചാമത്തെ ശ്ലോകം. യസ്മിന്നാമ ചതുർഭുജ ഹരിമണിശ്യാമാപദാദത്യുഷോ നാനാഭൂഷണ ഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്തതഥാവിദോന്നതപദ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ആ വൈകുണ്ഠത്തിനെ വീണ്ടും വർണ്ണിക്കുകയാണ് അവിടെ താമസിക്കുന്ന ആളുകളെ പറ്റി. യസ്മിൻ നാമ
ചതുർഭുജ ഹരിമണി ശ്യാമ അവതാദത്തിഷോ. അതാണ് പദങ്ങള്. ഹരിമണി ശ്യാമ അവതാദത്തിഷോ. ശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ. നാനാഭൂഷണരത്ന ദീപിതദിശോ രാജത് വിമാനാലയ. രാജത് വിമാനാലയ. യസ്മിൻ നാമ, എവിടെയാണോ ചതുർഭുജ, അവിടെയുള്ള ആളുകളെ പറ്റി പറയുകയാണ്. അവിടെയുള്ള എല്ലാവർക്കും 4 കൈകളാണ്. അതായത് മഹാവിഷ്ണുവിന് 4 കൈകളല്ലേ? ആ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ആയിരിക്കുകയാണ്. സാരൂപ്യമാണ്. 3 തരത്തിലുള്ള, അല്ല 4 തരത്തിലില്ലേ? സാലോക്യം, സാമീപ്യം, സാരൂപ്യം, പിന്നെ സായുജ്യം. 3 തരത്തിലാണ് ഭഗവാനോട് ചേരുന്നത്. ആദ്യം ഭഗവാന്റെ അടുക്ക ചെല്ലുന്നതാണ് സാലോക്യം. ആ വൈകുണ്ഠ ലോകത്ത് നമുക്കൊന്ന് ചെല്ലാൻ പറ്റിയാൽ അത് സാലോക്യ പ്രാപ്തിയായി. ഓരോരുത്തരുടെ ഗ്രേഡ് അനുസരിച്ചാണ് അങ്ങോട്ട് കയറ്റി വിടുന്നതേ. അവിടെ നിന്ന് എത്താൻ പറ്റിയാൽ സാലോക്യം. പിന്നെന്താണ്? സാമീപ്യം. പിന്നെ ഭഗവാന്റെ അടുക്കലോട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ സാമീപ്യമായി. പിന്നാണ് സാരൂപ്യം. ആ സാരൂപ്യ അവസ്ഥയാണ് ഇവിടെ പറയുന്നതേ. ഭഗവാന്റെ ആ രൂപം, ആ രൂപത്തിലാണ് അവിടെയുള്ളവരെല്ലാം, ഭക്തന്മാരെല്ലാം നിൽക്കുന്നതെന്ന്. അതാണ് യസ്മിൻ നാമ ചതുർഭുജ. ഇവിടെ എല്ലാം വൈഷ്ണവ രൂപത്തിലാണ്. അവരെങ്ങനെയാണ്? ഹരിമണി ശ്യാമാവതാദത്തിഷോ. ഹരിമണി എന്ന് വെച്ചാൽ ഇന്ദ്രനീലം, അല്ല നീല നിറമുള്ള രത്നം, ഇന്ദ്രനീലം. അതിന്റെ ശ്യാമളം, ശ്യാമം, ആ നീല നിറം, ശ്യാമ. അവതാദം എന്ന് വെച്ചാൽ ശുദ്ധം, സ്വച്ഛമായിരിക്കുന്ന. തിഷ എന്ന് വെച്ചാൽ തിട്ട്, ശോഭ, കാന്തി. ഇന്ദ്രനീലക്കല്ലിന്റെ സ്വച്ഛമായ കാന്തിയോടുകൂടിയിരിക്കുന്നവർ. അതായത് ഭഗവാന്റെ നിറവും ഇന്ദ്രനീലം കായാൻ പൂർണ്ണനൊക്കെ അല്ലേ? അതുകൊണ്ട് ആ രൂപം ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഉണ്ടെന്ന്. ആ ചതുർഭുജമുണ്ട്. ഭഗവാന്റെ ആ നിറം പറയാണ്. ഹരിമണി ശ്യാമാവതാദത്തിഷോ. തിട്ടെന്ന് വെച്ചാൽ ശോഭയാണ്, കാന്തി. ആ കാന്തിയോട് കൂടിയവർ, ഇന്ദ്രനീലക്കല്ലിന്റെ ശ്യാമള വർണ്ണത്തോടു കൂടിയ ആ സ്വച്ഛമായ ഒരഴുക്കുമില്ലാത്ത ആ ഭാവത്തിലാണ് അവരുടെ എല്ലാം രൂപം. അതാണ് യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാദം. അവതാദം എന്ന് വെച്ചാൽ ശുദ്ധം, ശുദ്ധമായിരിക്കുന്ന തിഷോ, തിട്ട്, ശോഭയോടുകൂടിയ. നാനാഭൂഷണരത്നദീപിതദിശോ. അവരെല്ലാം ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെയുള്ള ആഭരണങ്ങൾ? നാനാഭൂഷണം എന്ന് വെച്ചാൽ ആഭരണം. ഈ ആഭരണത്തിൽ രത്നങ്ങൾ, അതിനൊന്നും വിലമതിക്കാൻ വയ്യാത്ത രത്നങ്ങൾ. നമ്മളുമെല്ലാം വൈകുണ്ഠത്തിൽ ചെന്നാലുള്ള അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അതാണ് നാനാഭൂഷണ രത്ന ദീപിത ദിശോ. ആ ദിശകളെല്ലാം പ്രകാശിപ്പിക്കുകയാണ്. അവിടെ ഉള്ളവരൊക്കെ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളിൽ രത്നത്തിന്റെ ശോഭ കൊണ്ട്. എന്നുവെച്ചാൽ അത്രയും ഓരോരോ രീതിയിലാണ് അവിടുത്തെ ആളുകളുടെയൊക്കെ ജീവിതമേ. അതാണ് നാനാഭൂഷണ രത്ന ദീപിത ദിശോ. ദിശകളെല്ലാം പ്രകാശമാനമാക്കുന്ന രത്നം പതിപ്പിച്ച ആഭരണങ്ങൾ ധരിച്ചവര്. രാജദ്വിമാനാലയ. അവര് താമസിക്കുന്ന ആലയം എന്ന് വെച്ചാൽ വീട്. ഇവിടെ വിമാനമാലയം എന്ന് പറയുമ്പോൾ വലിയ സൗധങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. വലിയ സൗധങ്ങളിലാണ് അവര് ജീവിക്കുന്നത്. ഹർമ്മ്യങ്ങളിൽ, രാജത് ശോഭിക്കുന്ന രത്ന ഹർമ്മ്യങ്ങളിലൊക്കെയാണ് അവരുടെ വാസം. വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദ. ഇവിടാണ്. അവിടെ ഇതെന്തോ, എങ്ങനെയായത് നേടാനുള്ളൊരു മാർഗം? വൈകുണ്ഠത്തിൽ പോകാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഭക്തി. ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയുള്ളവരെ പതുക്കെ ഗുരുവായൂരപ്പനങ്ങ് വൈകുണ്ഠത്തിലേക്ക് വിളിക്കും. അതാണ് ഭക്തി പ്രാപ്ത. ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെട്ട തഥാവിധ ഉന്നതപദ. ഈ പറഞ്ഞ പ്രകാരം തഥാവിധം ഉന്നതപദ. ഈ പറഞ്ഞൊക്കെ ഉന്നതപദമല്ലേ? ഭഗവാന്റെ തന്നെ രൂപം, സാരൂപ്യം കിട്ടി. അതുപോലെ തന്നെ അവിടുത്തെ ആ വാസസ്ഥലം, വിമാനാലയം, പിന്നെ അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും എല്ലാം ദിക്കുകളെയൊക്കെ ശോഭിപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥ. അതാണ് ഭക്തിപ്രാപ്തധാവിതോന്നതപദ. അങ്ങനെ ആ ഭക്തി കൊണ്ട് ഈ വിധത്തിൽ ഉന്നതപദം പ്രാപിച്ചിരിക്കുന്നവർ. ഭക്തി കൊണ്ടാണ് ഇതൊക്കെ നേടാൻ കഴിയുന്നത്. വിശദേതരന്തരം എന്ന് ഭഗവാൻ പറയുമല്ലോ. ഭക്തിയാമാം അഭിജാനാതി യാവാൻ യച്ഛാസ്മി തത്വത. അങ്ങനെ എന്നെ ശരിക്കും ഞാൻ ആരാണ്, എൻ്റെ വലിപ്പം എന്താണെന്നൊക്കെ ഈ ഭക്തി കൊണ്ട് അറിഞ്ഞിട്ട് വിശദേ തദനന്തരം, അതിനുശേഷം എന്നിൽ ചേർന്ന് ഏകീഭവിക്കാനും അവർക്ക് കഴിയും ഈ ഭക്തി ഉണ്ടെന്ന് ഭഗവത്ഗീത പറയും. കണ്ട ഭക്തിയുടെ മഹത്വം കൂടെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഭക്തി പ്രാപ്ത തഥാവിധോന്നതപദ. ആ ഭക്തി കൊണ്ട് പ്രാപിക്കപ്പെട്ട ഉന്നതമായ പദം, ആ സ്ഥാനത്തോടുകൂടി ദിവ്യന്തി ദിവ്യാജന. ദിവ്യാജന
ഇങ്ങനെയുള്ളവരെ നമ്മൾ ദിവ്യജനങ്ങളായിട്ടല്ലേ പറയാൻ പറ്റൂ. സാധാരണ മനുഷ്യരല്ലല്ലോ. ആ ദിവ്യജനങ്ങൾ അവിടെ ഈ ഭക്തി കൊണ്ട് ഉന്നത പദങ്ങളിൽ ദിവ്യന്തി എന്ന് വെച്ചാൽ ശോഭിക്കുന്നു, പ്രശോഭിക്കുന്നു. ഈ ദിവ്യജനങ്ങൾ അവിടെ ഈ തഥാവിധോന്നത പദ ആ പദങ്ങളിലൊക്കെ എത്തിയാണ് അവിടെ വിലസുന്നത് അല്ലെങ്കിൽ രാജിക്കുന്നതെന്ന് പറയാണ്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാപദാതത്യുഷോ നാനാഭൂഷണ രത്ന ദീപിത ദിശോ. ദീപിത ദിശ, ദിക്കളൊക്കെ പ്രകാശമാനമാക്കുന്നു ഇവരുടെ ആഭരണങ്ങളിലെ രത്നങ്ങൾ. രാജദ്വിമാനാലയ, ശോഭിക്കുന്ന മണിഹർമ്മ്യങ്ങൾ. പിന്നെ ഭക്തിപ്രാപ്ത തഥാവിധോന്നത പദ, ഇതുപോലെയൊക്കെയുള്ള വളരെ ഉന്നത പദങ്ങളിൽ എത്തിയ ദിവ്യ ജനങ്ങളാണ് അവിടെ പാർക്കുന്നത്. ദിവ്യന്തി, എന്ന് വെച്ചാൽ ശോഭിക്കുന്നു. ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമ, തത്തേ ധാമ, ആ അങ്ങയുടെ ധാമം ഉണ്ടല്ലോ ഈ വൈകുണ്ഠം. നിരസ്ത സർവശമലം, നിരസ്തം എന്ന് വെച്ചാൽ പുറത്താക്കപ്പെട്ട, തള്ളി മാറ്റിയ എല്ലാ മാലിന്യങ്ങളും തള്ളി മാറ്റിയെന്ന് വെച്ചാൽ അവിടെ അങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നുമില്ല. അതാണ് നിരസ്ത സർവശമലം. മലം എന്ന് വെച്ചാൽ മാലിന്യം. ഒരു മാലിന്യത്തിന്റെ മനസ്സിലെ മാലിന്യങ്ങളും അങ്ങോട്ടുള്ള ഈ കാമക്രോധ ലോഭാദികളും ഷഡ്വൈരികളും ഒന്നും അവിടെ ഒരു സ്ഥാനവുമില്ല. അതാണ് നിരസ്ത സർവശമലം. എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും അകറ്റപ്പെട്ടത്, നിരസ്തമായിരിക്കുന്നത്, അകറ്റപ്പെട്ടിരിക്കുന്ന വൈകുണ്ഠരൂപം ജയേത്. ആ വൈകുണ്ഠരൂപം ജയിക്കട്ടെ. 2 ശ്ലോകങ്ങളിൽ കൂടി ആ വൈകുണ്ഠത്തിന്റെ ആ ഒരു മഹാത്മ്യമാണ് ഭട്ടതിരി പറഞ്ഞത്. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദാതത്തിഷോ നാനാഭൂഷണ രത്ന ദീപിത ദിശോ രാജദ്വിമാനാലയ, രാജത് വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിധോ ഉന്നതപദ, ഭക്തിപ്രാപ്ത തഥാവിധോ ഉന്നതപദ, അതാണ് തഥാവിധോന്നതപദ. ദിവ്യന്തി ദിവ്യാജന, ദിവ്യാജന ദിവ്യന്തി. തത്തേ, തത്തേ ധാമ നിരസ്ത സർവശമലം, സർവശമലം നിരസ്ത, എല്ലാ മാലിന്യങ്ങളും ഇല്ലാതായി തീർന്ന അല്ലെങ്കിൽ അകറ്റപ്പെട്ട അങ്ങയുടെ ധാമം വൈകുണ്ഠരൂപം ജയേത്. ജയേത് എന്ന് പറഞ്ഞാൽ വിജയിച്ചു ഇരിക്കട്ടെ, വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ശോഭിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. എന്നുള്ള ചൊല്ലാം. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണിശ്യാമാവദാതത്തിഷോ നാനാഭൂഷണ രത്ന ദീപിത ദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. ആ വൈകുണ്ഠരൂപം വിജയിച്ചരുളട്ടെ. 6ാമത്തെ ശ്ലോകം. ഇനി അവിടുത്തെ വീണ്ടും പറയുകയാണേ, ആ വൈകുണ്ഠമാണല്ലോ കാട്ടിക്കൊടുത്തത്. ആ വൈകുണ്ഠത്തിലെ കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തര ത്വത്പാദാംബുജ സൗരഭൈകകുതുകാലക്ഷ്മി സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ. നാനാദിവ്യവധൂജനൈരഭിവൃത, നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തര. അങ്ങനെ ആ ഭക്തിഭാവം വരുമ്പം ഭട്ടതിരിയുടെ കവിത്വമൊക്കെ അങ്ങ് വാക്കുകളും എല്ലാം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് വരും, അങ്ങ് ഒഴുകുകയാണേ. നാനാദിവ്യവധൂജനൈരഭിവൃത, ലക്ഷ്മി ഭഗവതിയെ വർണ്ണിക്കുകയാണേ. നാനാദിവ്യവധൂജനൈർ അഭിവൃത, ലക്ഷ്മി ഭഗവതി നാനാ ദിവ്യ വധുക്കൾ, വധുക്കൾ എന്ന് വെച്ചാൽ സ്ത്രീകൾ, പലതരത്തിലുള്ള ദിവ്യങ്ങളായിട്ടുള്ള സ്ത്രീകളാൽ എന്താണ് അഭിവൃത, ചുറ്റപ്പെട്ടവൾ, ചുറ്റും നിന്നവർ സേവിക്കുകയാണ് ലക്ഷ്മി ഭഗവതിയെ. വിവിധങ്ങളായിരിക്കുന്ന ദിവ്യ സ്ത്രീജനങ്ങൾ, അതാണ് നാനാദിവ്യ വധൂജനൈർ അഭിവൃത വിദ്യുല്ലതാതുല്യയ വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ. ലക്ഷ്മി ഭഗവതിയുടെ ആ ഗാത്രം, ലത, ആ മനോഹരമായിരിക്കുന്ന ആ വള്ളി പോലെ ഇരിക്കുന്ന ആ ഒരു ശരീരം ഉണ്ടല്ലോ, അതിൻ്റെ വർണ്ണനയാണ്. വിദ്യുല്ലതാതുല്യയാ,
വിദ്യുത് എന്ന് വെച്ചാൽ മിന്നൽ, മിന്നൽക്കൊടി പോലെ പ്രകാശം ജ്വലിക്കുന്നതാണ് ഭഗവതിയുടെ ശരീരം എന്ന് പറയാണ്. അതാണ് വിദ്യുല്ലതാതുല്യ, മിന്നൽക്കൊടിക്ക് തുല്യമായിരിക്കുന്നത്. അതിന്റെ ശോഭ നമുക്കറിയാമല്ലോ. വിദ്യുല്ലത തുല്യയ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ. ഗാത്രലതയുടെ കാര്യമാണ് ഈ പറഞ്ഞതേ. അതെങ്ങനെയാണ് വിശ്വോന്മാദനം, വിശ്വത്തിനെ എല്ലാം ആഹ്ലാദിപ്പിക്കുന്നത്, ഉന്മദിപ്പിക്കുന്ന ഹൃദ്യഗാത്രം. ഹൃദ്യം വളരെ രമ്യമായിരിക്കുന്ന, ആകർഷകമായിരിക്കുന്ന, ഹൃദ്യമായിരിക്കുന്ന ആ ഗാത്രലത, ആ ശരീരത്തിന്റെ രൂപഭംഗിയാണ് ഗാത്രലത. വിദ്യോതി ആശാന്തര. ഈ ഭംഗി കൊണ്ട് എന്താണ്? ആശാന്തര, ആശയം എന്ന് വെച്ചാൽ ദിക്കുകളാണ്. ദിക്കുകളെല്ലാം പ്രകാശിക്കുകയാണ്. ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യവും ആ ദിവ്യ വധൂജനങ്ങളുടെ ആ സേവ കൊണ്ടൊക്കെ ആ ആശകൾ, ദിക്കുകളെല്ലാം. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നാനാദിവ്യ വധൂജനൈരഭിവൃത, നാനാദിവ്യ വധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയ. വിദ്യുല്ലത എന്ന് വെച്ചാൽ മിന്നൽക്കൊടി, മിന്നൽക്കൊടിക്ക് തുല്യമായിരിക്കുന്ന വിശ്വോന്മാദന, എല്ലാത്തിനും ഉന്മാദം പകരുന്ന ഹൃദ്യഗാത്രലത, ആ മനോഹരമായിരിക്കുന്ന ശരീരം. വിദ്യോതിതാശാന്തര, ആശാന്തരം എന്ന് വെച്ചാൽ ദിക്കിടങ്ങളിലെല്ലാം ശോഭിക്കുന്നു, അതിനെല്ലാം പ്രകാശമാനമാക്കുന്നു. പക്ഷെ അതിന്റെ ഭംഗി കാണിക്കുന്നതേ ഉള്ളൂ. ദിക്കുകളുടെ ഒക്കെ ശോഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്തുമാത്രം ഒരു ഭംഗിയുണ്ട്. സൗരഭൈക കുതുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലക്ഷ്മി ഭഗവതിയുടെ എന്താണ് പാതിവ്രത്യം പറയാണ്. ലക്ഷ്മി ഭഗവതിയുടെ സൗരഭൈക കുതുക, അങ്ങയുടെ, ഇവിടെ ഗുരുവായൂരപ്പന്റെയാണ് ത്വത്പാദാംബുജം, അങ്ങയുടെ ആ പാദപത്മങ്ങളിലുള്ള ആ സൗരഭം, തുളസിയൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ആ സൗരഭത്തിൽ ഏക കുതുക, വേറെ ഒരു താല്പര്യവും ലക്ഷ്മി ഭഗവതിക്ക് ഇല്ല. ഭഗവാന്റെ പാദാംബുജ സൗരഭൈക കുതുക. കുതുക എന്ന് വെച്ചാൽ ഏറ്റവും ആകൃഷ്ടമായിരിക്കുന്ന, സന്തോഷിക്കുന്നവളായിട്ടിരിക്കുന്ന ഭഗവാന്റെ ആ പാദ കമലങ്ങളിൽ നിന്ന് വരുന്ന സൗരഭ്യത്താൽ കുതുകയായിരിക്കുന്ന ലക്ഷ്മി സ്വയം ലക്ഷ്യതേ യസ്മിൻ, ഈ പറഞ്ഞ വൈകുണ്ഠത്തിൽ ആ പറയാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ ദേവിയത്. ത്വത്പാദാംബുജ സൗരഭീക കുതുകാലക്ഷ്മി ത്വത്പാദാംബുജ സൗരഭൈക കുതുകാലക്ഷ്മി സ്വയം ലക്ഷ്യതേ യസ്മിൻ. ഇങ്ങനെയൊക്കെയുള്ള ആ ലക്ഷ്മി ഭഗവതി അവിടെ പ്രത്യക്ഷമാവുകയാണ്. എന്ന് വെച്ചാൽ ആ വൈകുണ്ഠത്തിൽ ചെല്ലുന്നവർക്ക് സാക്ഷാൽ ഭഗവതിയെയും കാണാൻ കഴിയും. ഈ ദിക്കുകളെല്ലാം പ്രകാശമാനമാക്കിക്കൊണ്ടിരിക്കുന്ന ആ മനോഹര രൂപത്തെയും ആ വൈകുണ്ഠത്തിൽ കാണാം. അതാണ് ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് വിസ്മയമായ ദിവ്യ വിഭവങ്ങൾ, വസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് പറയാണ് വൈകുണ്ഠത്തിൽ. ഈ പറഞ്ഞൊന്നുമല്ല, അതാണ് വിസ്മയനീയ ദിവ്യ വിഭവം. തത്തേ പദം, തത്തേ തത്പദം, അങ്ങയുടെ ആ പദം ഉണ്ടല്ലോ, ഈ വൈകുണ്ഠം, ആ സ്ഥാനം. ദേഹിമേ, ഭട്ടതിരി ഇടയ്ക്ക് കയറിയൊരു പ്രാർത്ഥന നടത്തുകയാണ്. ഇത് പ്രാർത്ഥിക്കുന്ന നമുക്കുണ്ടേ, ആ വൈകുണ്ഠ രൂപം എനിക്കും ഒന്ന് തന്നാലും. ഇവിടുത്തെ ഇത്രയും മനോഹരമായിരിക്കുന്ന ആ രൂപം ഈ ഭക്തനും ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണേ ദേഹിമേ എന്നുള്ളൊരു പ്രാർത്ഥന ഭട്ടതിരി ഇവിടെ ഇടയ്ക്ക് നടത്തുന്നുണ്ട്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ അത് ചെയ്യും. കാരണം അത്രയും അങ്ങ് ആകൃഷ്ടനായിപ്പോയി. ആ ഭക്തിഭാവം മുഴുത്തപ്പോൾ അത് എനിക്കും ഒന്ന് കാണണേ എന്നുള്ള ഒരു ആഗ്രഹം. അതാണ് ദേഹിമേ, എനിക്കൊന്ന് തന്നാലും ഗുരുവായൂരപ്പ എന്ന് പറയാണ്. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തര. അർത്ഥം മനസ്സിലായല്ലോ. കുറച്ച് നല്ല രീതിയിലുള്ള വർണ്ണനയാണെന്നേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തര. അശാന്തരം എന്ന് വെച്ചാൽ ദിക്കുകൾ, ദിക്കുകളെല്ലാം പ്രകാശിപ്പിക്കുന്ന. ത്വത്പാദാംബുജ സൗരഭൈക കുതുക, അതിൽ മാത്രം കുതുകയായിരിക്കുന്ന ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ വരുന്ന ആ അതായത് ഭഗവാന്റെ പാദസേവയ്ക്ക് വേണ്ടിയാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് എന്നുള്ളത് പറയാണ്. ത്വത്പാദാംബുജ സൗരഭൈക കുതുകാ ലക്ഷ്മി സ്വയം ലക്ഷ്യതേ യസ്മിൻ. എവിടെയാണോ, അതായത് ഈ വൈകുണ്ഠത്തിൽ, അത് വിസ്മയനീയ ദിവ്യ വിഭവം, വിസ്മയങ്ങളായിരിക്കുന്ന അനേകം ദിവ്യ വിഭവങ്ങളോടുകൂടിയ തേ പദം, തത് തത് മേ ദേഹി, എനിക്ക് തന്നാലും, എന്നെയും ഒന്ന് കാണിച്ചു തന്നാലും. ബ്രഹ്മാവിനോട് അങ്ങ് ആ ഒരു ദയ കാണിച്ചില്ലേ, ആ
ആ ഒരു ദയ എന്നോടും കാണിക്കണേ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ചൊല്ലാം. നാനാദിവിയവധൂജനൈരഭിവൃതാ വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയാ വിദ്യോതിതാ ശാന്തരാ ത്വത്പാദാംബുജ സൗരഭൈകകുതുക ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയദിവിയ വിഭവം തത്തേ പദം ദേഹി മേ. 7ാമത്തെ ശ്ലോകം. അന്നേരം ആ കാണിച്ചു കൊടുത്ത വൈകുണ്ഠത്തിന്റെ വർണ്ണനയായിരുന്നു നമ്മൾ ഈ 2 ശ്ലോകങ്ങളിൽ കണ്ടത്. ഇനി എന്താണ്? തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവരൂപം ഐഷദവിധി തത്തേ വിഭോ ഭാതുമേ. ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെ ഇവിടെ കാണുന്നതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ലക്ഷ്മി ഭഗവതിയെ കണ്ട് ഇനി ഗുരുവായൂരപ്പൻ എങ്ങനുണ്ട് ഇവിടെ ഇരിക്കുന്ന രീതിയാണ്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി. ഭഗവാന്റെ ആ രൂപം പറയുകയാണേ. തത്ര ഏവം അവിടെ പ്രകാരം പ്രതിദർശിതേ നിജപദേ ഇങ്ങനെ പ്രതിദർശി എന്ന് വെച്ചാൽ കാട്ടിക്കൊടുത്ത നിജപദം. തന്റെ ആ സ്ഥലം ഉണ്ടല്ലോ വൈകുണ്ഠം, അതാണ് നിജപദം, സ്വന്തം സ്ഥാനം. അവിടെ രത്നാസനാധ്യാസിതം, രത്നാസനത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നതേ. വൈകുണ്ഠത്തിൽ രത്നാസനത്തിൽ അത്യാസിതം. ആസിതം എന്ന് വെച്ചാൽ ഇരിക്കുന്ന, അത്യാസിതം എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഇരിക്കുന്ന, അതായത് ആ പറഞ്ഞ രത്ന സിംഹാസനത്തിൽ ഇരിക്കുക ഭഗവാൻ. രത്നാസന അത്യാസിതം, അത്യാസിതം എന്ന് വെച്ചാൽ ഇരിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്ന രത്നാസനം. ആസനം ഇരിപ്പിടം, രത്നം കൊണ്ടുള്ള ആസനത്തിൽ അത്യാസിതമായിരിക്കുന്ന. അതെങ്ങനാണ്? ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി. ഭഗവാന്റെ കിരീടം പറയാണ്. ഭാസ്വത്കോടി, ഭാസ്വൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യകോടി, കോടി സൂര്യന്മാർ ലസത് പ്രകാശിക്കുന്ന പോലെയുള്ള കിരീടം. അതിന്റെ കിരീടം വളരെ മനോഹരല്ലേ? അതാണ് ഭാസ്വത്കോടി ലസത് കിരീട. പിന്നെ കടകം, ആഭരണങ്ങളാ, തോൾവള, കടകമൊക്കെ ഉണ്ടല്ലോ. കടകാദ്യ ആകൽപ്പം, ആകൽപ്പം എന്ന് വെച്ചാൽ വേഷഭൂഷകൾ, ആകൽപ്പം. അന്നേരം ഈ കടകമുണ്ട്, പിന്നെ കിരീടം, പിന്നെ കൂടുതൽ പറയുന്നില്ല. അതുപോലെയുള്ള വേഷഭൂഷകൾ കൊണ്ട് ദീപ്രമായിരിക്കുന്ന ആകൃതി. ദീപ്രം എന്ന് വെച്ചാൽ പ്രകാശം. ഈ ആഭരണങ്ങളൊക്കെ ധരിച്ച് ഭഗവാൻ നല്ല ശോഭിച്ചിരിക്കുകയാണ്. അവിടെ എവിടെ ഇരിക്കുന്നത്? രത്നാസനാധ്യാസിതം, നല്ല രത്നം പതിച്ച ആസനത്തിൽ. തത്രൈവം പ്രതിദർശിതേ നിജപദേ, പ്രകാരം കാട്ടിക്കൊടുത്ത ആ സ്വന്തം സ്ഥാനത്ത് രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീട കടകാദ്യ ആദ്യ ദീപ്രാകൽപ്പ കൂടിയവൻ, തത്രൈവം പ്രതിദർശിതേ നിജപദേ. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം കിരീടകടകാദ്യാകൽപ ദീപ്രാകൃതി. ദീപ്രമായ ആകൃതിയോടുകൂടിയിരിക്കുന്ന. അനിത സുരേഷ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം. ഇനി വീണ്ടും വർണ്ണിക്കുകയാണ്. ശ്രീവത്സാങ്കിതം, ഭഗവാന്റെ മാറിലുണ്ടല്ലോ ശ്രീവത്സം, നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭൃഗു മഹർഷിയുടെ ആ ചവിട്ടേറ്റ ആ ഭാഗം ഭഗവാൻ ആഭരണമായിട്ട് വെച്ചിരിക്കുക. അതാണ് ശ്രീവത്സാങ്കിതം. ആ ശ്രീവത്സം അടയാളപ്പെടുത്തിയിരിക്കുന്ന കൗസ്തുഭമണിച്ഛായാരുണം. പിന്നെ ഭഗവാന്റെ കഴുത്തിലിട്ടിരിക്കുന്ന കൗസ്തുഭമണി, അതിന്റെ ആ അരുണിമ അവിടെ എല്ലാം പ്രകാശിക്കുന്നു. നമ്മൾ കേശാധിപത്യത്തിൽ പറയത്തില്ലായിരുന്നോ? ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ടദേശം എന്നവിടെ പറഞ്ഞല്ലോ. അതാണ് ഇവിടെയും പറയുന്നത്. അത്ത ധരിച്ചിരിക്കുന്ന കൗസ്തുഭമണിയുടെ ഛായ,
ഭംഗിയുണ്ട്, അരുണിമ ഉള്ളത്, അരുണം ചുമന്ന നിറമായിരിക്കുന്ന ആ രൂപം, മഹാവിഷ്ണുവിന്റെ രൂപം നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാം. ഗുരുവായൂരപ്പന്റെ അല്ലേ, ഭഗവാൻ ഇങ്ങനെ ആ രത്നാസനത്തിൽ ഇരിക്കുന്നതും ഭഗവാന്റെ ആ ആഭരണങ്ങളും വേഷഭൂഷകളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ആ രൂപം നമുക്ക് ഒന്ന് ആസ്വദിക്കാൻ കഴിയും, ചിന്തയിലെങ്കിലും. ശ്രീവത്സാങ്കിതമാത്തക ഉസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം. വീണ്ടും പറയുന്നുണ്ടോ, ആ രൂപമാണ് ഈ വിശ്വത്തിന്റെ എല്ലാം കാരണസ്വരൂപമായിരിക്കുന്ന, പരമകാരണമായിരിക്കുന്ന ആ പരമാത്മഭാവം നമ്മുടെ അടുത്ത് പറയാണ്. വിശ്വേഷാം കാരണം, കാരണം വിശ്വേഷാം, യേഷാം വിശ്വം കാരണം, ഈ എല്ലാ വിശ്വത്തിന്റെയും പരമകാരണമായിരിക്കുന്ന ആ വസ്തു തവരൂപം, ആ രൂപം ഉണ്ടല്ലോ ഭഗവാന്റെ. ഐക്ഷത വിധി, വിധി എന്ന് പറയുന്നത് ഇവിടെ ഹിരണ്യഗർഭൻ, ആ വിധി ബ്രഹ്മാവ് ഐക്ഷത കണ്ടു അവിടെ. അതിനാൽ ഗുരുവായൂരപ്പനെ തന്നെ അവിടെ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞു എന്ന് പറയാണ്. തത്തേ വിഭോ പാതുമേ, വീണ്ടും പെട്ടെന്നിരിക്കൊരാഗ്രഹം, ആ രൂപം എൻ്റെ ഉള്ളിൽ ഒന്ന് പ്രകാശിച്ച് കിട്ടണേ. അതായത് എത്ര ധ്യാനിച്ചിട്ടും കിട്ടുന്നില്ല, അതെൻ്റെ ഉള്ളിൽ ഒന്ന് പ്രകാശിച്ച് കിട്ടണേ. ആ മഹാവിഷ്ണു ഇങ്ങനെ ആ പ്രൗഢിയോടുകൂടി വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന ആ ഒരു രൂപം, അതാണ് തത്തേ വിഭോ ഭാതു മേ, എനിക്ക് ഒന്ന് ഭാതു പ്രകാശിക്കണേ, തെളിയണമേ, എൻ്റെ മനസ്സിൽ ഒന്ന് തെളിയണമേ ഗുരുവായൂരപ്പൻ്റെ ആ ഭാവം. നമ്മുടെയും പ്രാർത്ഥനയാ. ഈ വർണ്ണിക്കുമ്പോൾ കേൾക്കുമ്പോൾ ആ രൂപം നമ്മുടെ ചിന്തയാം മണിമന്ദിരത്തിൽ ഒന്ന് വിളങ്ങി നിൽക്കണേന്ന് നമുക്ക് തോന്നും. അതാണ് തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീട കടകാദ്യാകൽപതി പ്രാകൃതി. അല്ലാത്തൊരു പ്രയോഗം, അത് ശരിക്കും മനസ്സിലാക്കണം എൻ്റെ അർത്ഥമേ. ഭാസ്വത്കോടി, ഭാസ്വത്കോടി സൂര്യകോടികൾ, ഭാസ്വാൻ സൂര്യനാണ്, സൂര്യകോടി ലസത്, 1000 അല്ല കോടി സൂര്യന്മാരെ പോലെ പ്രകാശിക്കുന്ന കിരീടം, കടകം തുടങ്ങിയ ആദ്യ ആകൽപ്പ ദീപ്രാകൃതി, ആകൽപ്പങ്ങളുടെ ആ ദീപ്രമായിരിക്കുന്ന ആ സ്വരൂപം, അതെല്ലാം അണിഞ്ഞിരിക്കുന്ന ആകൃതി. ഇതാണ് ശ്രീവത്സാങ്കിതം ആത്തക ഉസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവരൂപം, അങ്ങയുടെ ആ രൂപം ഐക്ഷത വിധി, ഐക്ഷതയാണ് ക്രിയ, കണ്ടു, വിധി കണ്ടു, തത് തേ പാതു, അത് ആ രൂപം എനിക്ക് ഒന്ന് തെളിയണമേ വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, അതിനനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. എന്ന് ചൊല്ലാം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവരൂപമൈക്ഷത വിധി തത്തേ വിഭോ പാതുമേ, എനിക്ക് ഒന്ന് തെളിയണമേ. 8ാമത്തെ ശ്ലോകം. ഇനി വീണ്ടും ഗുരുവായൂരപ്പന്റെ വർണ്ണനയാണ്, മനോഹരമായ വർണ്ണനയാണ്. കാളാംഭോദകളായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനമുദാരമന്ദകസിതസ്യന്തപ്രസന്നാനനം രാജത്കമ്പുഗധാരി പങ്കജ ഹരശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുത്തുഷ്ടികരം വപു തവ വിഭോ മദ്രോഗമുദ്വാസയേത്. ഇനിയാണ് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ആ യഥാർത്ഥ രൂപം പറയുന്നത്. കാളാംഭോദകളായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനം. കാളാംഭോദ കളായ കോമളരുചീചക്രേണ ചക്രം ദിശാം ആവൃണ്വാനം, ചക്രം ദിശാം ആവൃണ്വാനം, ദിശാം ചക്രം എന്നുവെച്ചാൽ ദിശകൾ മൊത്തം, ദിക്കുകൾ മൊത്തം, ആവൃണ്വാനം എന്ന് വെച്ചാൽ മൂടുന്നതാണ്. ഈ ശോഭ കൊണ്ട് ദിക്കുകളെല്ലാം മൂടപ്പെടുന്നു. ഏതാണ്? കാളാംഭോദകളായ കോമളരുചീചക്രേണ. കാളാംഭോയം, കാർമേഘം, ഭഗവാൻ കാർമുകിൽ വർണ്ണനല്ലേ, ഭഗവാന്റെ നിറം കൃഷ്ണന്റെ വർണ്ണമാണ്. കാളാംഭോ, പിന്നെ കളായം, കളായം പൂപ്പും ഉണ്ട്, ഇതെല്ലാം ഭഗവാന്റെ നിറം വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നതാണ്. കാർമുകിലും കായാമ്പൂവും, കായാമ്പൂ വർണ്ണൻ. കോമളരുചി, നല്ല കോമളം മനോഹരമായ രുചി ചക്രേണ, ആ അതിൻ്റെ ആ പൂരം, കാന്തി പൂരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതാണ് ചക്രം, പൂരം, അതിൻ്റെ കാന്തി പൂരം, ആ കോമള കാന്തി പൂരത്താൽ കായാമ്പൂവിൻ്റെയും കാർമുകിലിൻ്റെയും ആ കോമളമായിരിക്കുന്ന ആ രൂപം, ആ വർണ്ണത്തോടു കൂടിയ
ചക്രം ദിശ എന്ന് വെച്ചാൽ ദിശാം ചക്രം എന്ന് വെച്ചാൽ 4 എല്ലാ ദിക്കുകളും ചുറ്റിലും എല്ലാ ദിക്കിലും ആവൃണ്വാനം മൂടുന്നതാണ്, ആവരണം ചെയ്യുന്ന ആവൃണ്ണാനം. ഉദാരമന്ദകസിതസ്യന്ത പ്രസന്നാനനം. അവന്റെ മുഖം നോക്കുമ്പോ ആ പുഞ്ചിരി ഉണ്ടല്ലോ, പ്രസന്നാനനം, എപ്പോഴും പ്രസന്നമായിരിക്കുന്ന ആനനം മുഖം. അതെങ്ങനെയാണ്? ഉദാരമന്ദകസിതം, എപ്പോഴും ഒരു ചിരിയാണല്ലോ ഭഗവാന്റെ. ആ ചിരിയാണല്ലോ ആൾക്ക് കാണാൻ ഇഷ്ടമായിട്ടുള്ളത്. ഇല്ല, അതാ മായാഹസിതം എന്ന് നമ്മൾ വിരാട് രൂപത്തിൽ പറഞ്ഞില്ലേ, ഭഗവാന്റെ ആ ചിരിയാണ് മായ. അതാണ് ഉദാരമന്ദകസിത സ്യന്തം എന്ന് വെച്ചാൽ ഒഴുകുന്നത്, ആ മന്ദസ്മിത പ്രഭ ഒഴുകുന്ന ആ പ്രസന്നമായിരിക്കുന്ന വദനം. ഇതൊക്കെ നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാം. ഭഗവാന്റെ ആ നിറവും ആ ഭഗവാന്റെ പുഞ്ചിരിയും. ഉദാരമന്ദകസിതം, ഉദാരമാണ്. ഉദാരമന്ദകസിത സ്യന്തം എന്ന് വെച്ചാൽ ഒഴുകുക, പുഞ്ചിരി. അതൊക്കെ നമ്മൾ കേശാധിപാതത്തിൽ പറഞ്ഞല്ലോ, ഭഗവാന്റെ ആ പുഞ്ചിരി, ആ പല്ലിന് ഇടയിൽ കൂടി ആ വരുന്ന ആ മനോഹാരിത. പ്രസന്നാനനം രാജത് കമ്പു ഗദാരി പങ്കജതര ശ്രീമദ് ഭുജാമണ്ഡലം. പിന്നെ ഭഗവാന്റെ 4 കൈകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേതൊക്കെയാണ്? രാജത്, ശോഭിക്കുന്ന. കമ്പു, കമ്പു എന്ന് വെച്ചാൽ എന്താണ്? ശംഖം. 4 കയ്യിൽ ഓരോന്നുണ്ടല്ലോ ഭഗവാന്റെ. ശംഖം ഉണ്ട്, പിന്നെ ഗദയുണ്ട്. അരി എന്ന് വെച്ചാൽ ചക്രം, സുദർശന ചക്രം ധരിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ 4 എണ്ണവും കാണും. ഇതാണ് കമ്പു, ഗദ, അരി, പങ്കജം, താമര. ഇത് 4 എണ്ണവും ഭഗവാൻ തന്റെ കൈത്തലങ്ങളിൽ വെച്ചിരിക്കുകയാണ്, ഈ 4 കൈകളിൽ. ഇതാണ് രാജ കമ്പു. കമ്പു എന്ന് പറഞ്ഞാൽ ശംഖമാണ്. ഭഗവാന്റെ ശംഖം പാഞ്ചജന്യം അല്ലേ, പാഞ്ചജന്യം. ഗദ എന്താണ്? കൗമോദകി. ശംഖം പാഞ്ചജന്യം, പിന്നെ ഗദ കൗമോദി, അരി ചക്രം, സുദർശന ചക്രം. രാജത് കമ്പുഗദാരി പങ്കജധരം, ഇതെല്ലാം ധരിച്ചിരിക്കുന്ന ശ്രീമദ് ഭുജാമണ്ഡലം. ശ്രീമദ് ഐശ്വര്യമായിരിക്കുന്ന ഭുജാമണ്ഡലം, കൈയുടെ ആ 4 കൈകൾ, കൂട്ടം, മണ്ഡലം. രാജത് കമ്പുഗദാരി പങ്കജധര ശ്രീമദ് ഭുജാമണ്ഡലം സ്രഷ്ടു തുഷ്ടികരം. സ്രഷ്ടാവ്, ഇവിടെ വിധി, ബ്രഹ്മാവിന് തുഷ്ടികരമായ, ബ്രഹ്മാവിലെ അവിടെ പോയി കണ്ടത്, ആ ബ്രഹ്മാവിന് തുഷ്ടികരം. ഇതിനപ്പുറത്ത് ആനന്ദം കൂട്ടാനൊന്നും ഇല്ല ബ്രഹ്മാവിന് അല്ലേ. അതാണ് സ്രഷ്ടു, സ്രഷ്ടാവിന്റെ വിഭക്തി. ആ സ്രഷ്ടു തുഷ്ടികരം. സ്രഷ്ടു തുഷ്ടികരം എന്ന് വെച്ചാൽ സ്രഷ്ടാവിന് തുഷ്ടികരമായിട്ടുള്ള തവ വപു, അങ്ങയുടെ ശരീരം. വപുസ്തവ വിഭോ മദ്രോഗം. അതാണ് പ്രാർത്ഥന. മദ്രോഗം, എന്റെ രോഗമുണ്ടല്ലോ, ഇപ്പം വാതരോഗത്തിൽ അവശനായല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്, അത് ഉദ്വാസയേത്, ഇല്ലാതാക്കണേ. ഈ രൂപം, ഇത്രയും മനോഹരമായ രൂപം കണ്ടപ്പോൾ ഭട്ടതിരി അങ്ങ് പറയാണ്, അത് എൻ്റെ മദ്രോഗമുദ്വാസയേത്, എൻ്റെ രൂപം, എൻ്റെ രോഗം ഒക്കെ ഒന്ന് മാറ്റിത്തരണേ ഭഗവാനെ. കാളാംഭോധകളായ കോമളരുചീചക്രേണ, കാളാംഭോധകളായ കോമളരുചീചക്രേണ, രുചിചക്രം കാന്തിപൂരം, ചക്രം ദിശാമാവൃണ്വാനം, 4 ദിക്കിനെയും മൂടുന്നത്. ഉദാര മന്ദകസിത സ്യന്ത പ്രസന്നാനനം, ആ മന്ദകസിതം ഒഴുകുന്ന പ്രസന്നമായ മുഖം. രാജത് കമ്പുഗദാരി പങ്കജതര ശ്രീമദ് ഭുജാമണ്ഡലം, ഈ 4 എണ്ണവും പറഞ്ഞത് 4 കൈകളിൽ ധരിച്ചിരിക്കുന്ന, ഭുജാമണ്ഡലങ്ങളിൽ കൈകളിൽ ധരിച്ചിരിക്കുന്ന. സ്രഷ്ടു തുഷ്ടികരം, സ്രഷ്ടാവിന്, അതായത് ബ്രഹ്മാവിന് തുഷ്ടികരമായിട്ടുള്ള, ആനന്ദം കൊടുക്കുന്നതായിട്ടുള്ള തവ വപു, അങ്ങയുടെ ആ ശരീരം. അല്ലയോ വിഭോ, ഗുരുവായൂരപ്പ, മദ്രോഗമുദ്വാസയേത്, എൻ്റെ ഈ രോഗം ഒന്ന് അകറ്റിത്തരണമേ ആണ് പ്രാർത്ഥന. ഒന്നുകൂടെ ചൊല്ലാം, നല്ലൊരു ധ്യാന ശ്ലോകമാണ്. കാളാംഭോധകളായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനം ഉദാരമന്ദകസിതസ്യന്ത പ്രസന്നാനനം രാജത് കമ്പുഗദാരി പങ്കജതര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടുതുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. 9-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്തി ഭവൻ ജ്ഞാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത ഭവൽസ്വരൂപപരം ഇത്യാചഷ്ട
തം ത്വാം ഭജേ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ കമലഭൂ ത്വത്പാദപാദോരുഹേ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശംവദോ നിപതിത ഹർഷാവേശവശംവദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. അന്നേരം ഇത്രയും കണ്ട ആ ബ്രഹ്മാവിന്റെ ഭാവാവിഷ്കാരം അതിന് പറയുന്ന. ആർക്കായാലും ഇത് കണ്ടാൽ എന്ത് തോന്നും? ബ്രഹ്മാവിന് നേരെ മുമ്പിൽ കൊടുത്തിരിക്കുക. നമുക്ക് തന്നെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഭാവങ്ങളൊക്കെ വലിയ ഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള ഭാവമാണ് ഇവിടെ ബ്രഹ്മാവ് ഇവിടെ കാട്ടിയതെന്ന് പറയുക. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ. ദൃഷ്ട്വാ കണ്ടിട്ട്. എങ്ങനെയാ കണ്ടത്? സംഭൃത സംഭ്രമ, സംഭരിക്കപ്പെട്ട സംഭ്രമത്തോടുകൂടി, അതായത് വർദ്ധിച്ച സംഭ്രമത്തോട് പരിഭ്രാന്തനായി പോയി. എൻ്റെ മുമ്പിൽ ആ വൈഷ്ണവരൂപം കണ്ടപ്പോഴത്തേക്ക് സാക്ഷാൽ ബ്രഹ്മാവ് പോലും അമ്പരന്ന് പോയി എന്ന് പറയുക. സംഭ്രത സംഭ്രമ കമലഭൂ. കമലഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ പര്യായമായിട്ട് എടുത്താൽ മതി. താമരയെന്ന് ജനിച്ചതായിട്ട് നമ്മൾ പറയുന്നില്ലല്ലോ, സത്യലോകത്ത് തന്നെ വന്നതായിട്ടല്ലേ പറയുന്ന. ഇവിടെ കമലഭൂ ബ്രഹ്മാവിന്റെ പര്യായമാണ്. കമലഭൂ ത്വത്പാദ പാദോരുഹേ. പാദോരുഹം എന്ന് വെച്ചാൽ താമര. പാദോരുഹം താമരയുടെ പര്യായമാണ്. അന്നേരം ത്വത്പാദം, അങ്ങയുടെ ആ പാദമാകുന്ന ആ താമരയിൽ നിപതിത. സാഷ്ടാംഗം അങ്ങ് വീണ് ബ്രഹ്മാവ്. അല്ല എന്താ ചെയ്യാൻ പറ്റും? സാഷ്ടാംഗം വീണ് നിപതിത. എങ്ങനെയാണ്? ഹർഷാവേശവശംവദോ. ഹർഷം ആവേശിച്ചു പോയി. അതിന് വേറെ ഒന്നുമില്ല. ഹർഷം എന്ന് വെച്ചാൽ ആഹ്ലാദത്തിന്റെ ഒരു പരമകാഷ്ഠയാണല്ലോ ഹർഷം. അതിൽ ആവേശിക്കപ്പെട്ടവനായി പോയിട്ട് ബ്രഹ്മാവ് സാഷ്ടാംഗം ഈ വൈഷ്ണവ രൂപത്തിന്റെ മുമ്പിൽ നിപതിത വീണു നമസ്കരിച്ചു എന്ന് പറയുകയാണ്. അതേ ബ്രഹ്മാവിന് ചെയ്യാൻ പറ്റൂ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാദോരുഹേ. പാദോരുഹം താമര, പാദപാദോരുഹം പാദപത്മം. അതിൽ ഹർഷാവേശവശംവദോ, ആ ഹർഷാവേശത്താൽ വശംവദനായി, ആ രീതിയിൽ അടിമപ്പെട്ട് നിപതിത വീണു, സാഷ്ടാംഗം വീണു. പ്രീത്യാകൃതാർത്ഥീ ഭവൻ. അദ്ദേഹം എത്രയോ വർഷം തപസ് ചെയ്താണ് ഈ രൂപം കിട്ടിയതേ. അതാണ് പ്രീത്യാകൃതാർത്ഥീ ഭവൻ. പ്രീതിയാൽ കൃതാർത്ഥനായി, കൃതകൃത്യനായി. തനിക്ക് ആ രൂപം കാണാനും കഴിഞ്ഞു, ആ രൂപത്തിൽ നമസ്കരിക്കാനും കഴിഞ്ഞതുകൊണ്ട് ബ്രഹ്മാവ് കൃതാർത്ഥീ ഭവൻ എന്ന് പറയാണ്. പൂർണ്ണ കൃതാർത്ഥ ചരിതാർത്ഥനായി. പ്രീത്യാകൃതാർത്ഥീ ഭവൻ. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ജാനാസ്യേവ മനീഷിതം മമ വിഭോ. ഒന്നും കൂടുതൽ പറയാൻ വയ്യ. ജാനാസി ഏവ മനീഷിതം. എൻ്റെ മനീഷിതം എന്ന് വെച്ചാൽ ആഗ്രഹം. ആഗ്രഹം, ഞാൻ എന്താണ് ആഗ്രഹിച്ചതെന്നുള്ളത് അങ്ങ് സർവജ്ഞനാണല്ലോ. എല്ലാം അറിയാവുന്ന ആളിനോട് ഞാനിനി എണ്ണി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ? എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്ന് എടുത്തു ചൊല്ലണമോ എന്ന് പറഞ്ഞ കണക്കാ. അതാണ് ജാനാസി ഏവ മനീഷിതം. എൻ്റെ മനീഷിതം, എൻ്റെ ആഗ്രഹം അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ. മമ വിഭോ, എൻ്റെ വിഭോ, എൻ്റെ മമ മനീഷിതം, എൻ്റെ മനീഷിതം ആഗ്രഹം അല്ലയോ വിഭോ, അങ്ങയ്ക്ക് അറിയാമല്ലോ. ജാനാസി, അറിയാമല്ലോ. ജ്ഞാനം തദാപാദയ. എന്താണ് മനീഷിതം എന്നൊന്ന് ചുരുക്കി പറയാണ്. ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈത പവൽസ്വരൂപ പരം. ആ ജ്ഞാനമാ വേണ്ടത്. കാരണം ഈ ബ്രഹ്മഭാവമുണ്ട്, പ്രപഞ്ചഭാവം രണ്ടുണ്ടല്ലോ. മഹാവിഷ്ണു ബ്രഹ്മമായിട്ടും ഇരിക്കും, പ്രപഞ്ചമായിട്ടും ഇരിക്കും. ഇവിടെ ഇദ്ദേഹത്തിന് അറിയേണ്ട എന്തുവാണ്? ഈ പ്രപഞ്ചമായിട്ടിരിക്കുമ്പോഴുള്ള ആ അറിവ് വേണ്ടേ? ആ അറിവുണ്ടെങ്കിലല്ലേ പ്രപഞ്ച സൃഷ്ടി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അദ്വൈതം. ദ്വൈതഭാവത്തിലും അങ്ങിരിക്കും. അതായത് പ്രപഞ്ച സൃഷ്ടിയിലിരിക്കുമ്പോൾ അത് ദ്വൈതമായി. അല്ലെങ്കിൽ ജീവനും പരമാത്മാവുമായിട്ട് രണ്ടായിട്ടിരിക്കുന്നില്ലേ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടല്ലോ. അതാണ് ഈ ദ്വൈതം. ആ ജീവൻ ആയിട്ട് വരുമ്പോഴാണ് ഈ പ്രപഞ്ച സൃഷ്ടി വരുന്നത്. അല്ലെങ്കിൽ ജീവനൊന്നും ഇല്ലല്ലോ. ജീവനുണ്ടെങ്കിലേ നമ്മൾ ക്ഷേത്രജ്ഞനും പറയില്ല. ആ ക്ഷേത്രജ്ഞനുണ്ടെങ്കിലേ ക്ഷേത്രമുള്ളൂ, അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ. അതുകൊണ്ട് ആ ദ്വൈതമായിരിക്കുന്നതും അദ്വൈതമായിരിക്കുന്നതും, പരമാത്മഭാവം കേവലമായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപമാണ് അദ്വൈതഭാവം. അത് പ്രപഞ്ചമായിട്ട് പരിലസിക്കുമ്പോൾ അത് ദ്വൈതമായി. അത് രണ്ടിനെ പറ്റി എനിക്ക് വേണമെന്ന്. ദ്വൈതാദ്വൈത പവൽ സ്വരൂപപരം. അദ്വൈത രൂപത്തിലും അദ്വൈത രൂപത്തിലും ഇരിക്കുന്ന അങ്ങയുടെ ആ സ്വരൂപത്തെ പറ്റിയുള്ള ആ ജ്ഞാനം എനിക്ക് പകർന്നു തന്നാലും. അതാണ് ജ്ഞാനം തദാപാദയ. എനിക്ക് പകർന്നു തന്നാലും, എനിക്കത് സിദ്ധിച്ചാലും.
അപാതയ. എനിക്കത് സംഭവിച്ചാലും, ആ ജ്ഞാനാപാത എന്ന് വെച്ചാൽ സംഭവിച്ചാലും, ആ ജ്ഞാനം എനിക്ക് കിട്ടിയാലും, ജ്ഞാനം തദാപാതയ, തത് ആപാതയ. ഏത് ജ്ഞാനം എന്ന് പറയാണ്? ദ്വൈതാദ്വൈത പവൽ സ്വരൂപപരം. അങ്ങയുടെ ആ രണ്ട് രൂപം ഉണ്ടല്ലോ, ദ്വൈത രൂപം, അദ്വൈത ഭാവം. ഇത് രണ്ടിൻ്റെയും ആ ഒരു ഇതാണ് ഏറ്റവും വലിയ വേദാന്ത ജ്ഞാനം. രണ്ടായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. ചിലപ്പം പ്രപഞ്ചമായിട്ടിരിക്കും, ചിലപ്പം കേവല ബ്രഹ്മമായിട്ടിരിക്കും, അല്ലേ? ഇതിനെപ്പറ്റിയുള്ള ആ ഒരു അറിവ് എനിക്ക് തരണം എന്ന് പറയാണ്. ദ്വൈതാദ്വൈത പവൽ സ്വരൂപപരം. അങ്ങയുടെ ആ സ്വരൂപം ഉണ്ടല്ലോ, ഇതീ ആചഷ്ട പ്രകാരം, ആചിഷ്ട എന്ന് വെച്ചാൽ പറഞ്ഞു, പ്രകാരം ബ്രഹ്മാവ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി കാര്യമെല്ലാം അങ്ങക്ക് അറിയാമല്ലോ. എനിക്ക് അങ്ങയുടെ ഈ ദ്വൈതാദ്വൈത ഭാവത്തിന്റെ ആ ഒരു ജ്ഞാനം എനിക്ക് തന്നാൽ മതി. തം ത്വാം ഭജേ, ആ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. അത് ഭട്ടതിരി പറയാണേ, ശരിയായി എനിക്കുണ്ടാക്കി തരണേ. തം ത്വാം ഭജേ, ഈ ജ്ഞാനം കൊടുക്കുന്ന ആ പരമാത്മ സ്വരൂപിയായ ഗുരുവായൂരപ്പനെ ഞാൻ ഭജിക്കുന്നു. ഓരോന്നിലും ഭട്ടതിരി ഒരു ഭജനം നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറി. ബ്രഹ്മാവിന് ഇങ്ങനെയൊക്കെ ഓരോന്നും ജ്ഞാനം കൊടുക്കുന്ന തം ത്വാം ഭജേ, ആ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. അല്ലേ? ഇടയ്ക്കൊരു പ്രാർത്ഥനയും കൂടെ അങ്ങ് നടത്തുന്നതേ ഉള്ളൂ. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത. ബ്രഹ്മാവിന്റെ ആ ഭാവമാണ്. ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. ഇനി അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല. കൃതാർത്ഥനായി, ചെയ്ത കാര്യത്തിന് അർത്ഥം കിട്ടി, കൃതാർത്ഥനായി. ഇങ്ങനെ പ്രീത്യ, സന്തോഷം കൊണ്ട് ഇത്രയും നാൾ തപസ് ചെയ്തിട്ട് ആ ഭഗവത് ദർശനം കിട്ടി. അതിൻ്റെ ഒരു സന്തോഷം, അതാണ് പ്രീത്യ കൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവ മനീഷിതം മമ, മമ മനീഷിതം ജാനാസി, അങ്ങക്കറിയാമല്ലോ വിഭോ. ജ്ഞാനം തഥാപാദയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം ഇതി ആചഷ്ട തം ത്വാം ഭജേ, അതിനെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. ഒന്നുകൂടെ ചൊല്ലാം. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവ മനീഷിതം മമ വിഭോ. ജ്ഞാനം തഥാപാദയ ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപപരം ഇത്യാചഷ്ടതം ത്വം ഭജേ. ഇതി ആചഷ്ട തം ത്വാം ഭജേ. 10ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ്. ആദാംബ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗവിധിഭിർബന്ധോ വിസഞ്ജായതേ. ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗതം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയോല്ലാഖതം. ആദാംബ്രേ ചരണേ വിനമ്രം, ആദാംബ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ. ആദാംബ്രേ ചരണേ വിനമ്രമദതം തം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ, ബോധഹാത്തേ, അതാണ് ബോധസ്തേ, ബോധഹാത്തേ ഭവിത ന സർഗവിധിഭിർ ബന്ധോഭി സഞ്ജായതേ. ന സർഗവിധിഭിർ ബന്ധോഭി സഞ്ജായതേ. ഇതാണ് ആദ്യത്തെ 2 വരി. ഇതാണ് വളരെ നമ്മുടെ ഭാഗവതത്തിലെ ചതുശ്ലോകി ഭാഗവതം എന്നും പറയുന്ന ആ 4 ശ്ലോകങ്ങളാണ് ഇവിടെ ഭട്ടതിരി ചുരുക്കി പറയുന്നതേ. അത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരെണ്ണമാണ്. ഇവിടെ ഈ സ്തോത്രത്തിന് അതിനാവശ്യമില്ല. ചതുശ്ലോകി ഭാഗവതം എന്ന് പറയും. 2ാം സ്കന്ധത്തിലെ 9ാം അധ്യായത്തിൽ പറയുന്നത്. ആദാംബ്രേ ചരണേ വിനമ്രമദതം. ആദാംബ്രം, ആദാംബ്രം എന്ന് വെച്ചാൽ നല്ല ചുമന്ന നിറം. ആദാംബ്രേ ചരണേ, ഭഗവാന്റെ ആ പാദപത്മത്തിന്റെ ആ നിറം. ആദാംബ്രേ ചരണേ വിനമ്രം, വിശേഷേണ നമിക്കുന്നവൻ. നേരത്തെ കണ്ടല്ലോ നമ്മള്, അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുന്ന. വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ, ഭഗവാൻ കൈ കൊണ്ട് തന്നെ, ആ ഭഗവാന്റെ ആ സ്പർശം കിട്ടുന്ന ആ സുഖമാണേ, ആ തൃക്കൈ കൊണ്ട് ഈ ബ്രഹ്മാവിനെ ഇങ്ങനെ പൊക്കി എഴുന്നേൽപ്പിച്ചു എന്ന് പറയാണ്. ഹസ്തേന ഹസ്തേ സ്പൃശൻ, കൈ കൊണ്ട് കൈ കൊടുത്തിട്ട്, കയ്യിൽ സ്പർശിച്ചിട്ട്. അതാണ് ആദാംബ്രേ ചരണേ വിനമ്രമദതം. സാഷ്ടാംഗം വീണ് കിടക്കുകയല്ലേ, ആ ബ്രഹ്മാവിനെ ഇങ്ങനെ കൈകൊണ്ട് സ്പർശിച്ചു പൊക്കിയിട്ട് പറയാണ് ബോധസ്തേ ഭവിത, നിനക്ക് ബോധം ഉണ്ടാകും. ഏത് ബോധമാണ് ചോദിച്ചത്? ദ്വൈതാദ്വൈത
ആയിട്ടുള്ള ആ ബ്രഹ്മമായിട്ടും പ്രപഞ്ചമായിട്ടും ഇരിക്കുന്ന അങ്ങയുടെ ആ സ്വരൂപത്തെ പറ്റിയുള്ള ജ്ഞാനമല്ലേ അത് നിനക്കുണ്ടാകും. ജ്ഞാനം തഥാപാദയ ബോധസ്ഥേ ഭവിത ന സർഗവിധിർ ബന്ധോപി സഞ്ചായതേ. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരു കർമ്മമാണല്ലോ ഇവിടെ ചെയ്യാൻ പോണത് ബ്രഹ്മാവ്. ആ കർമ്മത്തിൽ വാസന ഉണ്ടാവരുത്. ബ്രഹ്മാവിനത് ഉണ്ടായിക്കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഈ ബ്രഹ്മാവിനും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഒരു അവസ്ഥ വരും. അതാണ് ഈ കർമ്മത്തിലുള്ള വാസന ബന്ധിക്കരുത്. ആ ഒരു വാസന ഉണ്ടാവാതിരിക്കാനുള്ള ഭഗവത് അനുഗ്രഹമാണ്. അല്ലെങ്കിൽ കർമ്മവാസന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വീണ്ടും ബ്രഹ്മാവ് നമ്മളെ പോലെ പുനരഭി ജനനം പുനരഭി മരണത്തിന്റെ അവസ്ഥപ്പെടും. അതാണ് ഇവിടെ പറയുന്നത്, ന സർഗവിധിർ ബന്ധോപി സഞ്ചായതേ. നിനക്ക് ഈ ഇവിടെ നീ സൃഷ്ടിക്രിയ ചെയ്യുന്നെങ്കിലും നിനക്കതിൽ ഒരു ബന്ധം വരില്ല, അത് നിന്നെ ഒട്ടൽ വരില്ല. ഇത് കർമ്മയോഗം ബ്രഹ്മാവിന് ഉണ്ട്. അതായത് ആ ഒരു ഫലത്തിന് വേണ്ടി അല്ലല്ലോ ബ്രഹ്മാവ് ചെയ്യുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഫലകാംക്ഷയോടെ ചെയ്യുമ്പോഴാണല്ലോ ആ ഒരു വാസന നമ്മളിൽ വരികയും അത് പിന്നെ പല പല കുഴപ്പങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത്. ഇവിടെ അത് നിനക്കുണ്ടാകത്തില്ല എന്ന് പറയാണ്. അതാണ് ന സർഗവിധിർ ബന്ധോവി. ബ്രഹ്മാവി സൃഷ്ടിക്രിയയൊക്കെ ചെയ്യുന്നെങ്കിലും അതിനോടൊരു ബന്ധം ഇല്ല, കർത്തൃഭാവം ഇല്ല. കർത്തൃഭോക്തൃഭാവം ബ്രഹ്മാവിനെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഭഗവാൻ കൊടുത്തു. അതാണ് ഈ ചതുശ്ലോകി ഭാഗവതത്തിൽ പറയുന്ന 4 ശ്ലോകങ്ങളിലുള്ള ന സർഗവിധിർ ബന്ധോപി ന സഞ്ചായതേ. ഈ കർമ്മം ചെയ്യുന്നെങ്കിലും അതിന് ബന്ധം നിനക്കുണ്ടാകില്ല, കർമ്മബന്ധം ഉണ്ടാകില്ല എന്നുള്ളൊരു അനുഗ്രഹം ബ്രഹ്മാവിന് കൊടുത്തു. അത് ചോദിച്ചു ബ്രഹ്മാവ്, അതിനുള്ള ഒരു അനുഗ്രഹം തരണേന്ന്. ബോധസ്ഥേ ഭവിദാന സർഗവിധിർ ബന്ധോപി സഞ്ചായതേ. ഏത് ക്രിയ ചെയ്താലും നിനക്ക് അതിലൊരു ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ല. ബോധസ്ഥേ ഭവിത ന സർഗവിധിർ ബന്ധോപി സഞ്ചായ ഇതി ആഭാഷ്യ ഗിരം. ഇങ്ങനെ ഗിരം എന്ന് വെച്ചാൽ വാക്കിനെ ഇത്രയും പറഞ്ഞിട്ട്, ഈ വാക്കിനെ പറഞ്ഞിട്ട് പ്രദോഷ്യ നിതരാം, നിതരാം പ്രദോഷ്യ. ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ബ്രഹ്മാവ് ഇത് നേടിയെടുത്തത്. ആ ബ്രഹ്മാവിനെ ഒരുപാട് സന്തോഷിപ്പിച്ച് പല ആശ്വാസവാക്കുകളും ഭഗവാൻ പറഞ്ഞ്. ഇത്രമാത്രമല്ല, ഈ ഉപദേശം മാത്രം കൊടുക്കുക മാത്രമല്ല, പ്രദോഷ്യ നിതരാം, അല്ലെങ്കിൽ ഉപദേശം കേട്ടിട്ട് ബ്രഹ്മാവിന്റെ കാര്യം നടന്നല്ലോ, അതുകൊണ്ട് വളരെ സന്തുഷ്ടനാക്കിയിട്ട് നിതരാം പ്രദോഷ്യ, വളരെ സന്തോഷവാനാക്കിയിട്ട് ഭഗവാൻ പോയില്ല. തച്ചിത്ത ഗൂഢസ്വയം. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഭഗവാന് വിശ്വാസമൊന്നും ആകുന്നില്ല. ആ ബ്രഹ്മാവിന്റെ ഉള്ളിൽ കയറി രഹസ്യമായിട്ടിരുന്നു. അതാണ് തച്ചിത്ത ഗൂഢസ്വയം. അല്ലെങ്കിൽ ബ്രഹ്മാവ് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാലോ, അതുകൊണ്ട് ആ ബ്രഹ്മാവിന്റെ ഉള്ളിൽ ഭഗവാൻ ഒളിച്ചിരുന്നു എന്ന് പറയാണ് ഗൂഢം. എന്നിട്ട് നമ്മുടെ എല്ലാ ഉള്ളിൽ ഭഗവാൻ ഇരിക്കില്ലേ അന്തര്യാമിയായിട്ട്. ഇവിടെ ഭഗവാൻ തരുന്ന നിർദ്ദേശങ്ങളൊന്നും കേൾക്കാതെ പ്രവർത്തിക്കുന്നേ ഉള്ളൂ. ഭഗവാൻ അവിടെ ഇരുന്ന് ഓരോന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലേ, ഇല്ലേ? അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്ന് തിരിച്ച് അടിയനു കാട്ടിത്തരുവേൻ അവിടുന്ന് അന്യർ ധരിക്കാതെ എന്നൊക്കെ പ്രാർത്ഥനയില്ലേ? അതായത് അങ്ങ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യരുതെന്നൊക്കെ ഉള്ള ആ ഒരു ഡയറക്ഷൻ തരണേ. പക്ഷെ ഭഗവാൻ തരുന്നുകൊണ്ട് നമ്മൾ പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് പിന്നെ കുറെ കഴിയുമ്പോൾ ഭഗവാൻ അതൊക്കെ നിർത്തും. ഇവിടെ അതല്ല. ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യനിതരാം തച്ചിത്ത ഗൂഢസ്വയം. ബ്രഹ്മാവിന്റെ ചിത്തത്തിൽ ഭഗവാൻ ഗൂഢമായിട്ടിരുന്നു എന്ന് പറയാണ്. ഗൂഢസ്വയം സൃഷ്ടഭൂതം സമുദയരയാ. സമുദയം എന്ന് വെച്ചാൽ പ്രേരിപ്പിച്ചു. ആ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ സൃഷ്ടിക്ക് വേണ്ടി ഉപദേശങ്ങൾ കൊടുത്ത് പ്രേരിപ്പിച്ചു ഭഗവാൻ. സൃഷ്ടൗതം സമുദയരയ സ ഭഗവൻ. ആ ഭഗവാൻ ഉല്ലാസയോല്ലാഗതം. ഉല്ലാഘതം ആരോഗ്യം. ഉല്ലാഖം എന്ന് വെച്ചാൽ ആരോഗ്യം എന്നാണ് അവിടുത്തെ അർത്ഥം. ഉല്ലാഖം, അതിനെ ഉല്ലാസത വർദ്ധിപ്പിച്ചു തരണേ, എൻ്റെ ആരോഗ്യം ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ. ഇങ്ങനെയൊക്കെ ബ്രഹ്മാവിന് ഗൂഢനായിട്ടൊക്കെ ഇരുന്ന് ഓരോ ഉപദേശങ്ങളും ഒക്കെ കൊടുത്ത് സൃഷ്ടിപ്രക്രിയയൊക്കെ ചെയ്യുന്ന ഭഗവാൻ എൻ്റെ ഈ ആരോഗ്യവും കൂടെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ. കാരണം ഭഗവാന്റെ ഒരു സൃഷ്ടിയാണല്ലോ ഈ ഞാനും. ഈ ബ്രഹ്മാവിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്ത സൃഷ്ടിയിൽ വന്ന ഒരാളാണല്ലോ ഞാനും. അതുകൊണ്ട് എൻ്റെ ഈ ആരോഗ്യം ഭഗവാൻ ഒന്ന് കാത്തു നോക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ അവസാനം പറയാണ്. സ ഭഗവാൻ ഉല്ലാസയോ ഉല്ലാഗതാം. ഉല്ലാഗത എന്ന് വെച്ചാൽ ആരോഗ്യത്തെ ഉല്ലസിക്കണം എന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ ശരിയാക്കി തരണം എന്നുള്ള പ്രാർത്ഥനയാണ്. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും കൂടെ അതിൽ വരുന്നുണ്ട്. ഭട്ടതിരി എഴുതി തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ. അദ്ദേഹം പാടി അദ്ദേഹത്തിന് എല്ലാം രോഗമെല്ലാം മാറിയിട്ട് നമുക്ക് പിന്നെ തന്നിരിക്കുകയല്ലേ. എന്നിട്ട് നമ്മളിത് ഓരോന്നും അങ്ങോട്ട് ചൊല്ലുമ്പോൾ നമുക്കും ഈ പ്രാർത്ഥനയും കൂടെ അങ്ങോട്ട് ഭഗവാന്റെ ഒക്കെ പറയുക. സഭഗവൻ ഉല്ലാസയോല്ലാഗതം. എൻ്റെ ആരോഗ്യത്തെയും കൂടെ ഒന്ന് നൽകണേ. ബ്രഹ്മാവിന്റെ സംശയങ്ങളും എല്ലാം ദൂരീകരിച്ച് ഭഗവാൻ അത്രയും തൃപ്തിപ്പെടുത്തിയില്ലേ, അതുപോലെ എനിക്കും ഒരു ചെറിയ സന്തോഷം തരണേ ഭഗവാനെ. ഈ ശ്ലോകം ഒന്നുകൂടെ ചെല്ലാം.
ആദാംബ്രേ ചരണേ വിനമ്രമദതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗവിധിഭിർബന്ധോ വിസഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗതം സമുദയരയ ആ സൃഷ്ടിയിൽ പ്രേരിപ്പിച്ച സൃഷ്ടിയിൽ പ്രേരിപ്പിച്ച സ ഭഗവൻ ഉല്ലാസയോ ഉല്ലാഗതാം തം ആ വിധിയെ ബ്രഹ്മാവിനെ ആ സൃഷ്ടിയിൽ പ്രേരിപ്പിച്ച അങ്ങ് എൻ്റെ ഉല്ലാഗത ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കണേ ഉല്ലാസത. ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ ദശകം വെച്ച് എടുക്ക പോകാനാണേ. അതുകൊണ്ടാണ് കുറച്ച് ചില ദശകങ്ങൾ ഇച്ചിരി നമ്മൾ വേഗത്തിൽ പോകും. കാരണം ഇത് ഇച്ചിരി വലിയ ദശകമായതുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ പോയി. അതുകൊണ്ട് സംശയങ്ങളുള്ളത് നമുക്കിനി തീർക്കാനായിട്ട് 10 മിനിറ്റ് ഉണ്ട്. സംശയം വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഒരു ദശകം നമുക്ക് തീർത്ത് പോകണ്ടേ. ചെറിയ ദശകങ്ങളാകുമ്പം കുറേ കൂടെ വിശദീകരിച്ച് പോവാം. ഇനി അല്ലാത്തെങ്കിൽ സംശയ നിവാരണത്തെ കൂടെ നമുക്കത് പരിഹരിക്കാം. ഇനി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ സർ. നമസ്കാരം. സാന്ദ്രാനന്ദ ശരി എന്നാണോ പറയാ? ജരീന്ന് എന്താ ശായാണോ? സാന്ദ്രാനന്ദശരി. ശരീരം എന്നുള്ള ഷായ് ഉച്ചാരണല്ലേ? ചേരുമ്പോ സരി എന്നുള്ള അർത്ഥത്തിൽ സാന്ദ്രാനന്ദശരീര. ശരീരം എന്നുള്ള ഷായാണോ സാറേ? എന്നുള്ളത് വരും. ചന്ദ്രാനന്ദസരി. നമ്മുടെ ചൊല്ലുന്ന ഒരു ചൊല്ലി പോയാൽ മതി. പ്രവാഹം എന്ന അർത്ഥം. ആനന്ദ പ്രവാഹം. അതെ അതെ. നമുക്ക് തിരിയുന്ന കണക്കൊക്കെ ചൊല്ലുക. പറഞ്ഞോ. സാർ ആ ഏഴാമത്തെ കൂടി ഒന്ന് വായിക്കോ? ഏത്? ഏഴാമത്തത്. ഏഴാമത്തെ ശ്ലോകം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത് കിരീട കടകാദ്യാകൽപതി പ്രാകൃതി. ഭാസ്വത്കോടി സൂര്യകോടി എന്നുള്ളതാണ്. ഭാസ്വാൻ സൂര്യനാണ്. സൂര്യകോടി പ്രഭ ലസത് കിരീടത്തിന്റെ വർണ്ണനയാണ്. സൂര്യകോടി പ്രഭയുള്ള കിരീടം. പിന്നെ കടകം തോൾവള. ആകൽപ്പം എന്ന് വെച്ചാൽ വേഷഭൂഷകൾ. ദീപ്രാകൃതി പ്രകാശിക്കുന്ന രൂപത്തോടു കൂടിയ ശ്രീവത്സാങ്കിതം ആത്ത കൗസ്തുഭമണിഛായാരുണം. അത്തെന്ന് വെച്ചാൽ ചേർത്തിരിക്കുന്ന ധരിച്ചിരിക്കുന്ന കൗസ്തുഭമണിഛായ ആ കൗസ്തുഭമണിയുടെ ഭംഗി കൊണ്ട് അരുണമായിരിക്കുന്ന കാരണം വിശ്വേഷ ഈ വിശ്വത്തിന്റെ എല്ലാം കാരണസ്വരൂപമായിരിക്കുന്ന തവരൂപം അങ്ങയുടെ ആ രൂപമുണ്ടല്ലോ. ഐഷത വിധി എന്ന് പറയുന്നതാണ് ഇവിടെ ബ്രഹ്മാവ്. വിധി ബ്രഹ്മാവിന്റെ പര്യായമാണ്. ഐഷത എന്ന് വെച്ചാൽ കണ്ടു. ആ ബ്രഹ്മാവ് അവിടെ കണ്ടു ആ രൂപം. ഐഷത വിധി തത്തേ വിഭോ ഭാതുമേ. ആ രൂപം എനിക്കൊന്ന് തെളിയണമേ ഭാതു. എന്താണ് ആ ശ്ലോകം? സംശയമുണ്ടോ? ഇല്ല. 9 അവസാനത്തെ വരി. 9-ാമത്തെ ജാനാസ്യേവ മനീഷിതം മമ വിഭോ. ജാനാസി ഏവ മമ മനീഷിതം. മനീഷ എന്ന് വെച്ചാൽ ആഗ്രഹം. എന്റെ ആഗ്രഹം അങ്ങ് അറിയുന്നുണ്ടല്ലോ. ജാനാസി അങ്ങക്ക് അറിയാമല്ലോ. അതാണ് ജാനാസി ഏവ മനീഷിതം മമ. എന്റെ മനീഷിതം ആഗ്രഹമാണ്. വിഭോ അല്ലയോ ഗുരുവായൂരപ്പ. ജ്ഞാനം തത് ആപാദയാ. ജ്ഞാനം എനിക്ക് പകർന്നു തരൂ. ആപാദയാ എനിക്ക് ഉണ്ടാകട്ടെ. ആപാദയാ ദ്വൈതാദ്വൈതവൽ സ്വരൂപപരം. ദ്വൈതവും അദ്വൈതവുമായിരിക്കുന്ന അങ്ങയുടെ ആ സ്വരൂപത്തെ പറ്റിയുള്ള ആ ജ്ഞാനം എനിക്ക് ഉണ്ടാകട്ടെ. ഇതി ആചഷ്ട പ്രകാരം പറഞ്ഞു. തം ത്വാം ഭജേ. ആ അങ്ങേ ഞാൻ ഭജിക്കുന്നു. ഈ 7-ാം ദശകം മൊത്തമായിട്ടൊന്ന് വായിച്ചു തരാമോ? അതായിട്ട് വായിക്കാം. സമയമുണ്ടോ? അർത്ഥം
വേണ്ടല്ലോ. അർത്ഥം വേണ്ട, ഒന്ന് ചൊല്ലേണ്ട രീതി കിട്ടിയാൽ മതി. എല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുന തസ്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതോസി ദാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം സോയം വിശ്വവിസർഗദത്തഹൃദയ ബോധം കൽവനവാപ്യ വിശ്വവിഷയം ചിന്താകുലത്തസ്തിവാൻ താവത്വം ജഗദാംബദേ തപതപേത്യേവം ഹി വൈഹായസീം വാണീമേനം അശിശ്രവ ശ്രുതിസുഖാം കുറുവന്തപ പ്രേരണം കോസൗ മാമവദത്പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷുദ്ദീക്ഷ്യ കിമപ്യനീക്ഷിതപദ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാത്തതപസാദേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാത്ഭുതം മായായത്ര കഥാപിനോ വിഗുരുദേ ഭാദേ ജഗദ്ഭ്യോ ബഹിർ ശോകക്രോധ വിമോഹ സത്വസമുഖ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദശരീരയത്ര പരമജ്യോതിർപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ യസ്മിന്നാമ ചതുർഭുജാ ഹരിമണിശ്യാമാവതാദത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിതോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തത്തേതാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത് നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തര ത്വത്പാദാംബുജസൗരഭൈകകുതുകാലക്ഷ്മീ സ്വയം ലക്ഷ്യതേ യസ്മിൻ വിസ്മയനീയ ദിവ്യ വിഭവം തത്തേ പദം ദേഹി മേ തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണിച്ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതു മേ കാളാംഭോദകളായ കോമളരുചീചക്രേണ ചക്രം ദിശാമാവൃണ്വാനമുദാരമന്ദകസിത സിന്ധപ്രസന്നാനനം രാജത്കമ്പുഗദാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുത്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത് ദൃഷ്ട്വാ സംഭൃത സംഭ്രമക്കമലഭൂ ത്വത്പാദപാദോരുഹേ ഹർഷാവേശ വശംവദോ നിപതിത പ്രീത്യാകൃതാർത്തി ഭവൻ ജ്ഞാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം ദദാപാദയ ദ്വൈതാദ്വൈതവൽസ്വരൂപപരം ഇത്യാചഷ്ട തം ത്വാം ഭജേ ആദാംബ്രേ ചരണേ വിനമ്രമദം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാനവസർഗവിധിഭിർ ബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രദോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗതം സമുദയരയസ്സ ഭഗവൻ ഉല്ലാസയോല്ലാഘതം. ശിവായ നന്ദി.